ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. യെസ്, എന്റെ മക്കളെല്ലാവരും എത്തിയോ? എല്ലാവരും രാവിലെ ഉറക്കക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. മുഖമൊക്കെ കഴുകി ഉഷാറായിട്ടാണോ വന്നിരിക്കുന്നത്? എല്ലാവരും ഉഷാറാണോ? അപ്പൊ എല്ലാവരും അബീദ് സാറിനൊക്കെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അബീദ് സാറിന്. യെസ്, അപ്പോ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഉഷാറാണോ? പഠിക്കാനായിട്ട് മാത്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് അല്ലെ? മാത്സ് ഇപ്പൊ രാവിലെകളിലാണ് പഠിക്കാനായിട്ടുള്ളത്. അതാണെങ്കിൽ ഓൾജിബ്ര വലിയ കുഴപ്പമില്ല അല്ലെ? ഓൾജിബ്ര നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവര് വീഡിയോ കണ്ടിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതെ ഇന്ന് കയറിയിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ടാറ്റ തന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, ഇന്നാണ് കയറുന്നത് എന്നുള്ളത് രാവിലെ. യെസ്, ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവണം കേട്ടോ. നമുക്ക് പതിയെ തുടങ്ങിയാലോ? ഉഷാറാണല്ലോ അല്ലേ? യെസ്, അപ്പൊ എല്ലാവരും ആദ്യം തന്നെ നിവർന്നിരുന്നേ മക്കളെ. ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്നിരുന്നേ എല്ലാവരും. വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ ആണല്ലോ? യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം പതിയെ. നമുക്ക് നമ്മുടെ ഓൾജിബ്ര ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്നപ്പോ നമുക്ക് എന്താ ഓൾജിബ്രയുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. ആദ്യം നമ്മൾ നോക്കിക്കേ. ആദ്യം നമ്മൾ ഈ ഒരു നമ്പറിന്റെ, അതായത് 1+2, അതിനോട് എന്തായിരുന്നു ഫസ്റ്റ് ഒരു തീറം പഠിച്ചിരുന്നത് അല്ലേ? ഈ ഒരു ബോക്സിൽ കിടക്കുന്ന തീറം ആയിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. സം ഓഫ് എ നമ്പർ ആൻഡ് വൺ മോർ ദാൻ ഇറ്റ്. ഒരു നമ്പറും അതിനോട് ഒന്ന് കൂട്ടിയതുമായ ഒരു സംഖ്യ എടുത്തിട്ട് അതിന്റെ തുക എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനോട് തുല്യമാണെന്നാ പറഞ്ഞേ? അതിലെ ചെറിയ നമ്പറിനോട് അല്ലെ? ഇപ്പൊ 1+2 = നമുക്ക് വേറെ കളർ എടുക്കാം. യെസ്, 1+2 = 3 എന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് ചെറിയ നമ്പർ എടുത്തിട്ട് is സം ഓഫ് ട്വൈസ് ദ സ്മോൾ നമ്പർ ആൻഡ് 1 അല്ലെ? അതിന്റെ ഇരട്ടി എടുത്തിട്ട് അതിനോട് ഒന്ന് കൂട്ടുന്നതിനോട് തുല്യമായിരുന്നു എന്നുള്ളൊരു തിയറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത്. ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, ഈ ഒരു തിയറമായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇനി അതിനുശേഷമുള്ള അടുത്ത കാര്യമായിരുന്നു മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുള്ള കാര്യം അല്ലെ? ഏറ്റവും ആദ്യം നമ്മൾ 2 നമ്പേഴ്സ് ആണ് എടുത്തിരുന്നത്. ഇവിടെയാണെങ്കിൽ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അടുത്തടുത്ത് വരുന്ന 3 എണ്ണൽ സംഖ്യകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1, 2, 3 3 എണ്ണൽ സംഖ്യകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ആദ്യത്തേതും അവസാനത്തേതുമായ 2 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലെ? അത് എന്തിനോട് തുല്യമാണെന്ന് പറയുന്നേ? ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ സംഖ്യ എന്തിനോട് തുല്യമാണ് മക്കളെ? ഒരാളൊന്ന് പറഞ്ഞേ ആ കാര്യം. ആരാ പറയുന്നേ? ആയത്. യെസ്, ആയത്തെ. ഗുഡ് മോർണിംഗ്. പറഞ്ഞോടാ, നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ സമ്മ് എന്തിനോട് തുല്യമാണെന്നാ പറഞ്ഞേ? നോക്കി വായിച്ചിട്ട് പറഞ്ഞേ. നടുവിലെ സംഖ്യയുടെ 2 മടങ്ങിനോട്, അതിന്റെ 2 ഇരട്ടിയോട് തുല്യമാണെന്ന് അല്ലെ? ഇറ്റ്സ് ഈക്വൽ ടു ട്വൈസ് ദ മിഡിൽ നമ്പർ. ട്വൈസ് ദ മിഡിൽ നമ്പർ എന്നാ പറയുന്നില്ല. അപ്പൊ 2 × മിഡിൽ നമ്പർ എന്താണ് മക്കളെ? ഇവിടെ 2 അല്ലേ? മിഡിൽ നമ്പർ എന്ന് പറയുമ്പോൾ നടുക്ക് കിടക്കുന്ന സംഖ്യ. 1നും 3നും ഇടയിൽ നടുക്കായിട്ട് നിൽക്കുന്നത് ആരാണ് ഇവിടെ? 2 ആണ് അല്ലേ? സോ ട്വൈസ് ദ മിഡിൽ നമ്പർ 2 × 2. സോ 3 + 1 4 ആണ്. 2 × 2 4 ആണ്. അപ്പൊ ആ തിയറവും ഓക്കെ ആയില്ല. അപ്പൊ 2 നമ്മൾ തിയറംസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് അതിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നീട് ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. 166ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നോക്കിയോ നമ്മൾ എങ്ങനെയാണ് ചെയ്ത കാര്യങ്ങൾ എന്നുള്ള കാര്യം ഒന്ന് നോക്കിയായിരുന്നോ? നമ്മൾ ആദ്യം അതിനെ നോർമൽ നമ്പറിൽ എഴുതുന്നു. അതായത് നമ്മൾ ഇതുപോലെ തന്നെ നോർമൽ നമ്പേഴ്സ് എടുത്തിട്ട് അത് പ്രൂവ് ചെയ്യും ആണല്ലോ. അതിനുശേഷം എന്താണ്? ഓൾജിബ്രിക് ഫോം, ബീജഗണിത രൂപത്തിലും നമ്മൾ എഴുതിയിരുന്നു. എഴുതിയ കാര്യം ഒന്ന് എടുത്ത് നോക്കി എല്ലാവരും. എഴുതിയ കാര്യം അന്ന് അടച്ചു വെച്ചതാണോ? ഒന്ന് എടുത്ത് നോക്കി മക്കളെ. എക്സാമ്പിളിന്റെ ടൈം ടേബിൾ വന്നോ? കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ഉടനെ കിട്ടും. ചിലപ്പോൾ ഇന്ന് ചെല്ലുമ്പോഴായിരിക്കും കിട്ടുന്നത്. എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ, സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെല്ലുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. നോർമൽ നമ്പറിൽ എഴുതണം, അതിനുശേഷം ഓൾജിബ്രയിൽ എഴുതണം. എന്തുകൊണ്ടാണ് ഈ റിലേഷൻ എല്ലാ നമ്പേഴ്സിനും വരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ എഴുതി. ഓക്കെ ആണോ? ഇനി നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണേ. പേജ് നമ്പർ 166ലെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഉഷാറാണല്ലോ അല്ലേ? ഓക്കെ. എന്താണ് നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? നേരത്തെ തന്നതുപോലെയല്ല, വേറൊരു പാറ്റേൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ? യെസ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ വന്നേ ഉള്ളൂ തോന്നുന്നു ഗുഡ് മോർണിംഗ് കഴിച്ച ആള്. ഓക്കെ, യെസ്. നോക്കിക്കേ,
For some sets of 4 consecutive natural numbers, ഇവിടെ ഏതിനെ പറ്റിയാ സംസാരിക്കുന്ന മക്കളെ? 4 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകൾ ആണല്ലോ. 4 എണ്ണം വേണോ അല്ലേ? 4 എണ്ണം വേണം. സോറി, നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, 4 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകൾ. അതായത് ഏതൊക്കെയായിരിക്കും? 1, 2, 3, 4. ഓക്കെ ആണല്ലോ. 1, 2, 3, 4 4 നമ്പർ ആയില്ലേ? ഓക്കെ അല്ലേ? യെസ്. For some sets of 4 consecutive natural numbers, the sum of the first and last, ഏതൊക്കെയാണ് ഇവിടെ പറയുന്നത് മക്കളെ? ഏറ്റവും ആദ്യത്തേതും അവസാനത്തേതും. ആദ്യത്തെയും അവസാനത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. 1ഉം 4ഉം. ഏതൊക്കെയാണ്? 1ഉം 4ഉം ആണല്ലോ. യെസ്. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും എടുത്തു. The sum of the first and last, അതായത് ആദ്യത്തേതിന്റെയും അവസാനത്തേതിന്റെയും സം എടുക്കണം. അപ്പൊ 1ഉം 4ഉം കൂടി കൂട്ടുന്നു ആണല്ലോ. And the sum of the middle two, മിഡിൽ കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ നടുക്ക് കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 2ഉം 3ഉം ആണല്ലോ. 2ഉം 3ഉം അല്ലേ നടുക്ക് കിടക്കുന്ന ആൾക്കാർ? 1ഉം 4ഉം ആ ഫസ്റ്റും ലാസ്റ്റുമായിട്ട് കിടക്കുന്നു, 2ഉം 3ഉം നടുക്കായിട്ട് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി മിഡിൽ ടു, നടുക്ക് കിടക്കുന്ന 2 പേരുടെ തുകയും കൂടി ഒന്ന് കൂട്ടി നോക്കിക്കേ. ഇവർ തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ബന്ധം വരുന്നത്? 4 + 1 എത്രയാണ് മക്കളെ? 4 + 1 കൈയോടൊന്ന് കാണിച്ചേ. 4 + 1 എത്രയാ? 5 ആണ്. 2 + 3 എത്രയാണ്? 2 + 3 അതും 5 അല്ലേ? അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ? 2 സൈഡിലും ഒരുപോലെ വന്നു അല്ലേ? ഈക്വൽ ആയിട്ട് വന്നു. ഇവിടെയും 5 ആണ്, ഇപ്പുറത്തും 5 ആണ്. രണ്ടിലും ഒരുപോലെ വന്നു. നോക്കിക്കേ, താഴെ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് നോക്കിക്കേ മക്കളെ. ഇവിടെ 1, 4, 2, 3 നമ്മൾ ഇപ്പൊ എടുത്ത പരിപാടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് 1, 2, 3, 4 എന്ന് പറയുന്ന പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതും അവസാനത്തേതും എടുത്തു, പിന്നെ നടുക്കലത്തെ 2 എണ്ണം എടുത്തു. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തേൽ നോക്കിയേ. ഇതാണ് ഫസ്റ്റത്തെ കേട്ടോ. ഇനി രണ്ടാമത്തേൽ നോക്കിയേ. 2, 3, 4, 5 ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2, 3, 4, 5 എന്ന് പറയുന്ന 4 നമ്പേഴ്സ്, 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തു. പിടികിട്ടിയോ? എന്നിട്ട് നമ്മൾ നോക്കി ആദ്യത്തേതും അവസാനത്തേതും എടുത്തു. അത് ഏതൊക്കെയാ? 2ഉം 5ഉം. അപ്പൊ എത്ര കിട്ടും? ഒരാളൊന്ന് വിളിച്ച് ചോദിക്കാം സർ. ആദിശങ്കറേ, ഗുഡ് മോർണിംഗ്. യെസ്, പറഞ്ഞേടാ മോനെ. ആദ്യത്തെ നമ്പർ ഏതാണ് ഇവിടെ? 2, 3, 4, 5ല് 2 ആണ്. അവസാനത്തെ നമ്പറോ? 5 ആണല്ലേ. അപ്പോ 2 + 5 7 കിട്ടി. ഓക്കെ, ഇനി അപ്പുറത്ത് നടുക്കലത്തെ 2 നമ്പേഴ്സ് ഏതൊക്കെയാ ഇവിടെ? 3ഉം 4ഉം. 3ഉം 4ഉം കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 7 തന്നെ കിട്ടി. പിടി കിട്ടിയോ? പരിപാടി പിടി കിട്ടിയോ? നമ്മുടെ എന്തായിരുന്നു ആളുടെ പേര്? ആദിശങ്കർ അല്ലേ? ആദിശങ്കർ ഭയങ്കര സന്തോഷമാണല്ലോ. ഫാസിൽ സാർ ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അതെ അതെ. നോക്കാം. അപ്പൊ എന്തായാലും 2, 3, 4, 5 നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്പേഴ്സ് നോക്കിയ മക്കളെ. അടുത്ത നമ്പേഴ്സിൽ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ? 3 സ്റ്റാർട്ട് ചെയ്തിരിക്കണേ അല്ലേ? അപ്പൊ ഏതായിരിക്കും? 3, 4, 5, 6. അപ്പൊ അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഇതുപോലെ സെറ്റ്, അതായത് 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഒരു സെറ്റ് എടുത്തിട്ട് അവരിങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കുവാണ്. എല്ലാത്തിലും അത് ശരിയാകുന്നുണ്ടോ, എല്ലാത്തിലും അത് ഓക്കെ ആകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി ഈ മൂന്നാമത്തെ പാറ്റേണിൽ നമുക്കൊന്ന് നോക്കാം. ഒരാളെ വിളിച്ചോളൂ സർ. കൃഷ്ണേന്ദു. യെസ്, കൃഷ്ണേന്ദു പറഞ്ഞിടാം. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന 4 നമ്പേഴ്സിൽ ആദ്യത്തേതും അവസാനത്തെ നമ്പേഴ്സ് ഏതൊക്കെയാ? 3ഉം 6ഉം ആണ് ആദ്യത്തേതും അവസാനത്തേതും. എന്താണ് ഒരു ഗാംഭീര്യം? എന്താണ് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത്? എയർ വിട്ടിരുന്നേ. ഓക്കെ, 3ഉം 6ഉം. അപ്പൊ 3 + 6 9 ആണ് കിട്ടുന്നത് അല്ലേ? ഇനി നടുക്കലത്തെ 2 നമ്പേഴ്സ് ഏതൊക്കെയാ? 4ഉം 5ഉം. 4 + 5 that is equal to 9 അല്ലേ? 4 + 5. അപ്പൊ ഇവിടെയും 9 കിട്ടി, അപ്പുറത്തും 9 കിട്ടി ആണല്ലോ. രണ്ടിലും ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി താഴത്തെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. വെരി ഗുഡ്. താഴത്തേന് നോക്കിക്കേ, ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? ആദ്യത്തെ നോക്കി 4 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ 4, 5, 6, 7. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4, 5, 6, 7. അതിനകത്ത് 4ഉം 7ഉം കൂടി കൂട്ടും. അപ്പൊ എന്ത് കിട്ടും? 11 കിട്ടും. പിന്നെ 5ഉം 6ഉം കൂടി കൂട്ടും. അപ്പോഴും എന്ത് കിട്ടും? യെസ്, വെരി ഗുഡ്, 11 കിട്ടും അല്ലെ? ഇവാറോസ് മെസ്സേജ് അയക്കുന്നുണ്ട്, മിസ്സേ അത് ഇതാണ് എന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് ആണ് ഇവാറോസേ. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ഇതെല്ലാ നമ്പേഴ്സിലും ആപ്ലിക്കബിൾ ആകുന്നെന്ന് മനസ്സിലായോ? ഏത് 4 നമ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോ, ആദ്യത്തേതും അവസാനത്തെയും നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാലും നടുക്കുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാലും ഒരേ സംഖ്യയായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. എനിക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. യെസ്, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? പോണം. ഇന്ന് 6-ാം തീയതി ആണല്ലേ? വ്യാഴാഴ്ചയാണ്. ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ഒന്ന് ലോവർ ചെയ്ത് സാറേ. ഇപ്പൊ തന്നെ ഒരു ഇന്ന് ആരുടെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ? February 6th. ബർത്ത്ഡേക്കാരുടെ ബഹളോ?
എടാ സത്യം പറയണം, നോണ പറയില്ലേടാ, പറ്റിക്കല്ലേ. ഇല്ല, എണ്ണം കൂടുതലാണല്ലോ. എടാ ഇതിനകത്ത് ശരിക്കും ബർത്ത്ഡേ ഉള്ള എത്ര പേരുണ്ട്? എല്ലാവരുടെയും ബർത്ത്ഡേ ആണെന്ന്. കണ്ട കണ്ട കണ്ട. എടാ പോടാ, ഞാനില്ലേ കളിക്ക്, വെറുതെ പറയണ സാറേമാര് വിശ്വസിക്കാനൊക്കെ. നമുക്ക് നമ്മുടെ രണ്ടുപേരെടുത്ത് രണ്ടുപേരിപ്പുണ്ട്. ബർത്ത്ഡേ ആണെന്ന്, രണ്ടുപേരുടെ ബർത്ത്ഡേ ആണെന്ന്. അല്ല എടാ പോടാ പോടാ, നിനക്ക് ബർത്ത്ഡേ ഇല്ലടാ, പോ. അതന്നെ, നിനക്ക് ബർത്ത്ഡേ ഇല്ല, നീ പോ. യെസ്, അപ്പോ നമുക്ക് നോക്കാം. ഞാൻ ഡേറ്റ് നോക്കിയോണ്ട് പെട്ടെന്ന് ഓർത്താണ് ബർത്ത്ഡേയുടെ കാര്യം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോ ഈ ഒരു തിയറി വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ടുള്ളത്. നോക്കാം. യെസ്, അപ്പോ നോക്കിക്കേ. എക്സ്പ്ലെയിൻ വൈ സെറ്റ് സംസ് ആർ ഈക്വൽ ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു തിയറം തന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ മിക്ക കേസിലും ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ്? അടുത്തടുത്തുള്ള ഏത് 4 എണ്ണൽ സംഖ്യകൾ എടുത്താലും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു റിലേഷൻ അവർ തമ്മിൽ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്താണ്? അടുത്തടുത്തുള്ള ഏത് 4 എണ്ണൽ സംഖ്യകൾ എടുത്താലും ഇങ്ങനെയുള്ള തുകകൾ ഒരേ സംഖ്യകളാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുക. അല്ലെ, നമ്മൾ എവിടെ എടുത്താലും അത് ഈക്വൽ ആയിട്ട് വരുന്നു. അതെന്താ പരിപാടി? നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എക്സാമ്പിൾ തന്നെ ആദ്യം എടുക്കാം. 1 2 3 4. അതാകുമ്പോൾ പിന്നെ പരിപാടി സിമ്പിൾ ആയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ എളുപ്പമുള്ള നമ്പേഴ്സ് എടുക്കാം കേട്ടോ. 1 2 3 4 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാം നമുക്ക് ഇതിനകത്ത്. ഈ നമ്പേഴ്സ് 1 2 3 4 എന്ന് പറയുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുവാണേ. 1ന് പകരം 1 എന്ന് കൊടുക്കും. ഇനി 2ലേക്ക് കടക്കുമ്പോഴോ 1ന് പകരം നമ്മൾ 1 തന്നെ കൊടുത്തു. 2 എന്ന് പറഞ്ഞാൽ 1നോട് എത്ര കൂട്ടിയാലാ 2 കിട്ടാം? 1നോട് +1 കൂടി കൂട്ടിയാലാണ് 2 കിട്ടുന്നത്. എഴുതിയല്ലോ. യെസ്, ഇനി നമ്മൾ 3 എടുക്കുവാണേ. 3 എടുക്കുകയാണെന്ന് വിചാരിക്കാം. 1നോട് എത്ര കൂട്ടിയാലാ 3 കിട്ടാം? 1നോട് എത്ര കൂട്ടിയാലാണ് 3 കിട്ടുന്നത്? 1നോട് 2 കൂട്ടണം. 1 + 2 അല്ലേ 3? 1 + 2 അല്ലേ 3? മനസ്സിലായെങ്കിലും ഒന്ന് ടാറ്റ വന്നേ. 1 + 2 ആണല്ലോ. ഇനി 4 എടുത്ത് നോക്കാം. 1നോട് എത്ര കൂട്ടിയാലാ 4 കിട്ടാം? 1നോട് എത്ര കൂട്ടിയാലാ 4 കിട്ടാം? 3 3 കൂട്ടണോ അല്ലെ? 1 + 3. അപ്പൊ നമ്മൾ ഈ നമ്പേഴ്സിനെ ഈ ഒരു ഫോമിലേക്ക് ഒന്ന് മാറ്റി. അതൊന്ന് ആദ്യം എഴുതി വെച്ചേ, അതൊരു ബോക്സിലാക്കി വെക്കേ. ആദ്യം 1 ആണ് ഇവിടുത്തെ മെയിൻ ആള്. കാരണം നമുക്കിവിടെ ഒരാൾ മെയിൻ ആയിട്ട് എടുത്താൽ മാത്രമേ അയാൾ കൂട്ടി പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 1 ആണ് ഇവിടുത്തെ മെയിൻ ആള്. 2 കിട്ടണമെങ്കിൽ 1നോട് 1 ആഡ് ചെയ്യണം. 3 കിട്ടണമെങ്കിൽ 1നോട് 2 ആഡ് ചെയ്യണം. 4 കിട്ടണമെങ്കിൽ 1നോട് 3 ആഡ് ചെയ്യണം. ആ ഒരു കാര്യം ആദ്യം ബോക്സിലാക്കി വെച്ചേ. ആദ്യം ഒന്ന് ബോക്സിലാക്കി വെച്ചേ എല്ലാവരും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ 1ന് പകരം 1 എടുത്തു. ഇനി 2ന് പകരം നമ്മൾ താഴത്തെ എത്രയായിരിക്കും എഴുതാൻ പോകുന്നേ? ഒരാളൊന്ന് ചോദിക്കാം സർ. അനന്തകൃഷ്ണൻ. ആ, പറഞ്ഞിട കുട്ടാ. ഹലോ ഹലോ ഹലോ, അത് മാറ്റിയിട്ട് സംസാരിച്ചേ, കേക്കല്ല. ഹലോ. ആ, ഇപ്പൊ ഓക്കെ, പറഞ്ഞോ. നമ്മൾ 2ന് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? 1 + 1. ഓക്കെ, തെറ്റിയൊന്നും എനിക്കൊരു പേടിയായിരുന്നു. എന്തായിരുന്നു? 1 + 1. ഓക്കെ, ഫൈൻ. 3ന് പകരം എന്ത് കൊടുക്കാം? 1 + 2. ഓക്കെ, അപ്പൊ പിന്നെ 4 കൂടി പറഞ്ഞോ. 4 എത്രയായിരിക്കും? 1 + 3. ഓക്കെ, 1 + 3 ആണ് 4ന് പകരം വരേണ്ടത്. എല്ലാവരും എടുത്ത് എഴുതിക്കേ. 1 2 3 4ന് പകരം നമ്മൾ 1 എടുത്തു, 1 + 1 എടുത്തു, 1 + 2 എടുത്തു, 1 + 3 എടുത്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റും ലാസ്റ്റ് നമ്പേഴ്സ് എടുക്കാം, മിഡിലെ 2 നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആദ്യം എടുക്കാം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇപ്പുറത്ത് മിഡിൽ ടു. ജസ്റ്റ് ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചു വെക്കാം. ഓക്കെ, ആദ്യത്തേതും അവസാനത്തെയും നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. നമ്മുടെ പുതിയ ഫോർമാറ്റിൽ കേട്ടോ, പുതിയ ഫോർമാറ്റ് പ്രകാരം ആദ്യത്തെയും അവസാനത്തെയും. ആരാണ്? ശ്രീഹരി പറഞ്ഞോളൂ. യെസ്, ഗുഡ് മോർണിംഗ്.
അവസാനത്തെ ഈ നമ്പേഴ്സ്? ഒന്നുണ്ട്, പിന്നെ ഒന്നാണ് ആദ്യത്തത്. ഇനി അവസാനത്തെ ഏതാ? മൂന്നാണോ ഇവിടെ അവസാനം കിടക്കണേ? ആണോടാ? 1+3 അല്ലേടാ അവസാനത്തെ നമ്പർ എന്ന് പറഞ്ഞപ്പോ അവസാനത്തെ മാത്രം നമ്പർ എടുത്ത്. എടാ മക്കളെ അങ്ങനെയല്ല, 1+3 ഇവിടെ കോമ ഇട്ടേക്കണ കണ്ട 1 2 3 4 അങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. 1+3 ആണ് അവസാനത്തെ സംഖ്യ. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാ. എങ്ങനെയാണ്? ഇതാണ് ഒന്നാമത്തെ 1 1+1 1+2 1+3 ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1 ആണ്, അവസാനത്തെ 1+3 ആണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നവർക്ക് മാറിയില്ലേ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് 1 ആണ്, ലാസ്റ്റത്തെ 1+3 ആണ്. ഒന്ന് എഴുതിക്കേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റത്തെ നമ്പർ 1 ആണ്, ലാസ്റ്റത്തെ 1+3 ആണ്. അവരെ തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ? സമ്മാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി നടുക്കുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നടുക്കുള്ള നമ്പേഴ്സ് ആരാ പറയുന്നത് സാറേ? കൃഷ്ണദേവി നടുക്കുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞേ. 1+1 1+2 യെസ് മിടുക്കൻ. 1+1 നമുക്ക് ഇവിടെ നടുക്ക് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1+2 കിടക്കുന്നുണ്ട്. അവരെ തമ്മിൽ ആഡ് ചെയ്യാം. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 2 കോളവും ആഡ് ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ഒരുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. കിട്ടുന്നുണ്ട്, യെസ് അല്ലെ? കുറെ പേര് പറയുന്നുണ്ട് മിസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. പവിത്ര സമ്മതിക്കില്ല, മിസ് എനിക്ക് എപ്പോഴേ കിട്ടിയിരുന്നു പവിത്രമാണ്. ഓക്കെ യെസ്. അടുത്തൊരാളെ വിളിക്കാം. ലക്ഷ്മി. യെസ് ലക്ഷ്മി കുട്ടി പറഞ്ഞേടാ. എത്ര കിട്ടി? കൂട്ടിയപ്പോ എത്ര കിട്ടി? 5 കിട്ടി. ഇത് ഇവിടെ നോക്കൂ, 1 2 അപ്പൊ 2 ആയല്ലേ? വീണ്ടും ഒരു 3 കൂടി ഉണ്ട്. 3 2 5 ആണ്. അപ്പൊ 5 കിട്ടി. തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ 1 2 3 ഒരു 3 ആയി, പിന്നെ ഒരു 2 കൂടി ഉണ്ട് അല്ലേ? അപ്പൊ 3+2 5 തന്നെ. പിടികിട്ടിയോ? 5 2 സൈഡിലും കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ വന്ന് എല്ലാവരും. 5 2 സൈഡിലും കിട്ടിയില്ലേ? അപ്പൊ അത് നോർമൽ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയി. എന്താണ്? ആദ്യത്തെ സംഖ്യയോട് 1 കൂട്ടിയാലാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടുക. രണ്ടാമത്തെ സംഖ്യയോട് 2 കൂട്ടിയാലാണ് മൂന്നാമത്തെ സംഖ്യ കിട്ടുക. ആദ്യത്തെ സംഖ്യയോട് 3 കൂട്ടിയാലാണ് അവസാനത്തെ സംഖ്യ കിട്ടുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ട് 1 കൂട്ടി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. എഴുതി കഴിഞ്ഞോ? നമ്പേഴ്സ് എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി കഴിഞ്ഞോ? ഓക്കെ ആണോ? ആരാണ് സാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അവിടെ? നെൽവിനെ എഴുതി കഴിഞ്ഞോ? എന്തു പറ്റി? സ്ലോ ആയോ? കറക്റ്റ് ആയിട്ട് എഴുതിക്കേ. 1+1+3 1+1+1+2 4 നമ്പേഴ്സാണ് അപ്പുറത്ത് വരുന്നത്. കഴിയാത്തവര് പെട്ടെന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്തേ. കഴിയാത്തവര് ഓക്കെ ആണോ? യെസ്, അത് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ? ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് നോർമലി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, അതിനൊരു വിശദീകരണമാണ് നമ്മൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഇത് എന്ത് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം? നമ്മുടെ ചാപ്റ്റർ എന്താണ്? ഓൾജിബ്ര, ബീജഗണിതമാണ് അല്ലെ? ഇതിനെ നമ്മൾ എന്ത് രൂപത്തിൽ എഴുതണം? ബീജഗണിത രൂപത്തിൽ എഴുതണം. ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് ഇവർ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ഇവർ എഴുതേണ്ടത്? ഏത് ഫോമിലേക്ക് മാറ്റണം? ആരാ പറയുന്നേ? അരുൺ. യെസ്, അരുണേ എന്ന് പറഞ്ഞേ. ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഹലോ, പറഞ്ഞോ. ഈ ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോ ഏത് ഫോമിലേക്കാ മാറുന്നേ? നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഉണ്ടായില്ലെന്ന് പറഞ്ഞത് കോക്കിരി കാണിക്കല്ലേ? ഉണ്ടായിരുന്നു ദിഗിന് കാണിക്കണേ. ഉണ്ടായില്ല എന്ന് വാ തുറന്ന് പറയടാ. കോക്കിരി കാണിക്കലിരുന്ന്. ഓക്കെ, ക്യാമറ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് നിന്റെ ഫേസ് ചെയ്യാൻ ശരിക്കും കാണില്ല. കാണട്ടെ. ഓക്കെ ഫൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല അല്ലെ? എടാ മടിയാ, നീ കിടന്ന് ഉറങ്ങിയല്ലേ രാവിലെ? അപ്പോ അടുത്ത ക്ലാസ്സില് എല്ലാവരും ഇന്ന് തൊട്ട് ഉണ്ടാവണോട്ട് ഇവിടെ. ഓക്കെ, ചെറുതായിട്ട് ഉറങ്ങിപ്പോയെന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് തൊട്ടിട്ട് മോർണിംഗ് ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് കയറിയിരിക്കണം. നമുക്ക് മാത്സ് പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേര് ഉണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചേ. നമ്മൾ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എക്സ് കയറി വരും. നമുക്ക് കുറെ പേർക്കും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഈ എക്സ് എന്ന് പറയുന്നത്.
എക്സ് ഇഷ്ടമുള്ളവരൊന്ന് ടാറ്റ തന്നെ. എക്സിന് ഇഷ്ടമുള്ളവര് വളരെ കുറവായിരിക്കും. കടാ ഞാൻ പറഞ്ഞില്ലേ സാറേ, എപ്പോഴും എക്സിന് ഇഷ്ടമുള്ളവർ വളരെ കുറവായിരിക്കും. ഭയങ്കര വെറുപ്പാണ് എക്സിനോട്, കണ്ടുകൂടെ എക്സിന്. ഓക്കെ, അപ്പോ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഓൾജിബ്രിക് ഫോം, അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്പേഴ്സിന് പകരം നമ്മൾ ഈ പറയുന്ന ആൽഫബറ്റ്സിനെ അതിനകത്തേക്ക് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് നോർമൽ ഒരു നമ്പറിനെ നമ്മൾ അതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. പിടികിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പരിപാടി എന്നുള്ളത്. റൈറ്റ് ദിസ് റിലേഷൻ യൂസിങ് ഓൾജിബ്ര എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില്ലേ മക്കളെ, ഈ നമ്പേഴ്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റും? ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റും. നോക്കിയാലോ നമ്പേഴ്സിനെ എങ്ങനെ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റാന്ന്? യെസ്, അപ്പൊ നമ്പേഴ്സ് നമുക്ക് ആദ്യം തന്നെ എഴുതാം. 1 2 3 4. ഏറ്റവും ആദ്യത്തെ നമ്പർ ആണ് ഇവിടെ എന്ത്? 1 എന്ന് പറയുന്നത് അല്ലെ. 1 ആണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ നമ്പർ. അപ്പൊ 1-നാണ് നമ്മൾ ഇവിടെ എക്സ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച മക്കളെ, 1 എന്ന് പറയുന്ന നമ്പറിനാണ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്? എക്സ് എന്ന് പറയുന്ന പേര് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2-നെ നമുക്ക് എങ്ങനെ വിളിക്കാം? ആരാ പറയുന്നേ? ആത്മിക പറഞ്ഞിട്ട് കൂട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. അമ്മ എന്തി പണിയിലാണോ അവിടെ? ആത്മികയുടെ മമ്മി നമ്മുടെ സ്ഥിരം ആളാണ് സാറേ. അതെ, കടാ. ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, ഇപ്പൊ കാണാറില്ല അല്ലേ? ഓക്കെ, പണിയിലായിരുന്നു തോന്നുന്നു. സ്കൂളിൽ പോയിട്ട് അതിന്റെ തിരക്കിലാണല്ലേ? ഓക്കെ, ശരി. എടാ പറഞ്ഞോളൂ, ആൻസർ എങ്ങനെ വരും? 2-നെ നമുക്ക് എങ്ങനെ വിളിക്കാം? വയ്യ, നമ്മൾ പറഞ്ഞില്ലേ x+1. ഓക്കെ, വൈ അല്ല, കാരണം നമ്മൾ എക്സും വൈയും ഇപ്പൊ അങ്ങനെ പഠിക്കുന്നില്ല. നമ്മൾ എക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ് മാത്രമേ നമ്മളിപ്പോ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയ മക്കളെ, 1 എന്ന് പറയുന്നത് എക്സ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിനോട് 1 കൂട്ടുന്നു, അല്ലെങ്കിൽ 1-നോട് 1 കൂട്ടിയാലേ 2 കിട്ടാം. ആ പോയിന്റ് ക്ലിയർ ആയി ഒന്ന് ടാറ്റ തന്നേ. അപ്പൊ 1 എന്ന് പറയുന്ന വാല്യൂ എക്സ് ആണെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ആ എക്സിനോട് 1 കൂട്ടിയതായിരിക്കും. എന്താണ്? ആ എക്സിനോട് 1 കൂട്ടിയതായിരിക്കും. ഇനി 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ മഞ്ഞ ടോപ്പിട്ട കൊച്ചിനോട് ചോദിച്ചു സാറേ. ആയിഷ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? ആയിഷ എന്താണ്, ഉഷാറല്ലേ? ഉഷാറാണ്. എന്നാ പറഞ്ഞേ, 3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? x+2. അത് തന്നെ, വെരി ഗുഡ്, മിടുക്കി. അപ്പൊ എന്തായിരിക്കും മക്കളെ? 1 എന്ന് പറയുന്ന നമ്പറിനോട് 2 കൂട്ടിയാലാണ് 3 കിട്ടുന്നത്. അപ്പൊ 1 എക്സ് ആണെങ്കിൽ x+2 ആയിരിക്കും 3 എന്ന് പറയുന്നത്. അപ്പൊ 4 പറയാൻ ഇനി എളുപ്പമാണല്ലോ. ആരാ പറയുന്നേ? സ്റ്റീവേ പറഞ്ഞേ. ആ കുഞ്ഞു തലയായിരുന്നല്ലേ സ്റ്റീവ്? പറഞ്ഞോട് കൂട്ടാ. 4-ന് നമുക്ക് എന്ത്? x+, അൺമ്യൂട്ട് ചെയ്തേ. x+3. യെസ്, മിടുക്കൻ, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ എന്താണ്? ആദ്യത്തെ എക്സ് ആണ്. ആ 1-നോട് 3 കൂട്ടണം. 1-നോട് 3 കൂട്ടിയാലാണ് നമുക്ക് 4 ആകുന്നത് അല്ലെ? അപ്പൊ x+3 എന്ന് മാറ്റണം. അപ്പൊ ഇതാണ് അതിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാം എക്സിലേക്ക് മാറിയില്ലേ? പിടികിട്ടിയോ? എക്സിലേക്ക് മാറിയില്ലേ? പിടികിട്ടിയെന്ന് ടാറ്റ വന്നേ. എല്ലാ ഫോമിനെയും നമ്മൾ എക്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇനി ഈ നമ്പേഴ്സിനെ നമുക്ക് എന്തിൽ മാറ്റാം? ഈ ഒരു നമ്പർ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഓൾജിബ്രിക് ഫോം ആയിട്ട് താഴത്തേക്ക് എഴുതാം. എഴുതിക്കേ. എക്സ് ഉണ്ട്, x+1 ഉണ്ട്, x+2 ഉണ്ട്, x+3 ഉണ്ട്. ഇനി എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ്? അപ്പൊ നമ്മൾ ഓൾജിബ്രിക് ഫോമിലേക്ക് എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ നോക്കാം ഇവിടെ ഏത് പാറ്റേണിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതായത് ഏതൊക്കെയായിരുന്നു ഇവിടെ എടുക്കേണ്ടത്? ഇവിടെ എന്താണ് റിലേഷൻ എന്ന് ഒരാൾ പറഞ്ഞേ. ഈ ആരാണ്? അനൗക. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ റിലേഷൻ എന്തായിരുന്നു മക്കളെ? ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ. ഹലോ, അൺമ്യൂട്ട് ചെയ്തേണോ? വന്നില്ലാന്ന് ഒന്നുകൂടെ നോക്കിയേ. ഇല്ല, പ്രശ്നമാണ്. ഓക്കെ, കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്തേടാ മോനെ. ഓക്കെ, അടുത്ത ആള് ഹരിദേവേ പറ. ഈ ക്വസ്റ്റ്യനിലെ ഈ നമ്പേഴ്സ് ഒക്കെ തമ്മിലുള്ള എന്താണ് ബന്ധം? എന്താ? എനിക്കറിഞ്ഞൂടാന്ന്. പിന്നെ നീ ഇവിടെ എന്തായിട്ടോണ്ടിരിക്കയാണ്? സിനിമ ഉറക്കം തൂങ്ങി എവിടെ പോയേക്കായിരുന്നു അല്ലെ? എണീച്ചോ. നല്ല റീസൺ. എണീച്ചേക്ക് കുറച്ചു നേരം 5 മിനിറ്റ് അവിടെ നിന്നോട്ടോ കേട്ടോ. എന്നിട്ട് ആ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇരുന്നാ മതി കേട്ടല്ലോ. അടുത്ത ആള് സാറേ. അവനെ അജയ് ഒന്ന് പറഞ്ഞേ. ആൻസർ ബുക്ക് കാണിക്കാനല്ല പറഞ്ഞേ, അത് എന്നോട് പറയണം, മെസ്സേജ് ചെയ്തിട്. അജയ് പറഞ്ഞേ.
അജയ് എന്നാണ് അനങ്ങാതിരിക്കണം. ഓക്കെ, അടുത്താണ് പറഞ്ഞേ. ഹരികൃഷ്ണൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ എന്താണ് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ? നമ്മൾ ഇത്രയും നേരം എന്ത് റിലേഷനാ പറഞ്ഞോണ്ടിരുന്നേ? ആ പറ. എടാ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ബന്ധം? ഞാൻ ഈ നമ്പേഴ്സ് തമ്മിൽ എന്തൊക്കെയോ ബന്ധം പറഞ്ഞില്ലേ? വാദോരാതെ ഞാൻ പറഞ്ഞതായിരുന്നു. എന്തായിരുന്നു അത്? എന്താണ്? 2 കൂട്ടിയാലും 5 കിട്ടും. 5 ആണ് ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിൽ അത് എന്തായി മാറി? 7 ആയി മാറി. മൂന്നാമത്തേലോ 9 ആയി മാറി. ലാസ്റ്റത്തേലോ 11 ആയി മാറി. ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ആദ്യം കൂട്ടുന്നേ? 1+4. ആ 1ഉം 4 എവിടെയാ കിടക്കുന്നേ? ഫസ്റ്റും ലാസ്റ്റും. അപ്പൊ നമ്മൾ പറഞ്ഞ റിലേഷൻ എന്തായിരുന്നു? അതൊന്ന് പറഞ്ഞേ. ഫസ്റ്റും ലാസ്റ്റും കൂടി കൂട്ടണം. പിന്നെ മിഡിലത്തെ 2 കൂടി കൂട്ടണം. യെസ്, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ? വെരി ഗുഡ്, മിടുക്കൻ, സൂപ്പർ ഇടാം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ആദ്യത്തെയും അവസാനത്തെയും 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം, നടുക്കലത്തെ 2 നമ്പർ കൂടി കൂട്ടണം. ഹരീഷൻ തിരിഞ്ഞിട്ട് അച്ഛനെ നോക്കിയിട്ട് ഞാൻ ഭയങ്കര സംഭവം. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ എന്താണ്? ആദ്യത്തെയും അവസാനത്തെയും 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം, നടുക്കുള്ള 2 നമ്പേഴ്സും കൂടി കൂട്ടണം അല്ലെ? അപ്പൊ ഒരാളെ വിളിച്ചോളൂ. നമുക്ക് ഇത്രയും നേരം നമ്മൾ നമ്പറിലാ ചെയ്തല്ലേ. ഇനി നമ്മുടെ ഒരാളുണ്ട് ഇവിടെ, ഓൾജിബ്ര കിടക്കുന്നുണ്ട്. ഓൾജിബ്രിക് ഫോമിലാണെന്ന് കണ്ടുപിടിക്കട്ടെ. ആരാണ് സാറേ പറയാൻ വരുന്നത്? വിജിത. യെസ്, വിജിത കുട്ടി അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, എല്ലാവരുടെയും മൈക്കടിച്ചു പോയോ? വന്നില്ലെന്ന്, എന്റെ മെഷീൻ കേടായെന്ന്. ഇല്ല, ഓക്കെ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിയടാ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിയേ. അടുത്ത ആള് സാറേ. ഹെൽന. ഹെൽനല്ലേ സാറേ? ആ, ഹെൽന പറഞ്ഞോളൂ. യെസ്, ഇവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സ് ഏതൊക്കെയാ ഓൾജിബ്രിക് ഫോമില്? യെസ്, വെരി ഗുഡ്, മിടുക്കി. ഫസ്റ്റത്തെ ഏതാണ് മക്കളെ? എക്സ് ആണ്. ലാസ്റ്റത്തെ ഏതാണ്? x+3 ആണ്. ശ്രദ്ധിക്കാട്ടോ, ഓൾജിബ്രിക് ഫോം ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റത്തെ നമ്പർ എക്സ് ആണ്, ലാസ്റ്റത്തെ നമ്പർ x+3 ആണ്. അപ്പൊ x+3 അവിടെ കിടക്കട്ടെ, നമുക്ക് ലാസ്റ്റ് കൂട്ടാം. ഓക്കെ, x+3 ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ തുക സമ്മാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നടുക്ക് കിടക്കുന്ന 2 നമ്പേഴ്സ് ആരാ പറയുന്നേ? ലക്ഷ്മി. യെസ്, ലക്ഷ്മി കുട്ടി പറഞ്ഞോളൂ. ആ, x+1 ഉണ്ട്. അവരെ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ അത് പറ. x+1 പറ. എടാ പ്ലസ് ഇടണ്ടേ അവർക്കിടയില്? കൂട്ടാനായിട്ട് പ്ലസ് ഇടണോ? ആ, ഇടണം. അതെന്താ പറയാത്തെ? അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മിസ് അങ്ങോട്ട് കൂട്ടിക്കോളാം. ഓക്കെ, x+1 + x+2. ഓക്കെ, ഏതാണ് ഈ 2 മിഡിലുള്ള 2 നമ്പേഴ്സും തമ്മിൽ? ആദ്യത്തേത് x+1 ആണ്, അതിനോട് കൂടെ x+2 കൂട്ടണം. എല്ലാവരും ഒന്ന് കൂട്ടി നോക്കിക്കേ, എന്ത് കിട്ടും എന്നൊന്ന് നോക്കിക്കേ. താഴ്ത്തിരിക്കുന്ന അശ്വിനാണ്. അശ്വിൻ രാജ്, ഹലോ, ചെയ്യുന്നുണ്ടേ? ആ, ചെയ്യുന്നില്ലേന്ന്? ചെയ്യുന്നുണ്ട്. ഓക്കെ, പറഞ്ഞേ. ഇവിടെ എക്സും കൂടി കൂട്ടിയാ 2x. വെറും 2 അല്ല, ഞാൻ 2 എന്ന് കാണിച്ചപ്പോൾ 2 എന്ന് മാത്രം പറഞ്ഞു. 2x+3. മക്കളെ, ഓൾറെഡി ഒരു എക്സ് നമ്മുടെ കയ്യിലുണ്ട്. വീണ്ടും ഒരു എക്സും കൂടി വന്നു. ദേ ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു, വീണ്ടും ഒരു എക്സും കൂടി വന്നു. ഇപ്പൊ എത്ര എക്സ് ആയി? 2x ആയല്ലോ. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ x+x എന്ന് പറഞ്ഞാൽ 2x ആണ്. ഒരു സൈഡിലും കൂടി ഒന്ന് എഴുതി വെക്കാം എല്ലാവരും. ഒരു സൈഡിൽ ഒന്ന് ഹിന്റ് ആയിട്ട് എഴുതി വെക്കാം. x+x എന്ന് പറഞ്ഞാൽ 2x ആണ് എന്നുള്ള കാര്യം ഒന്ന് ബോക്സിലാക്കി ഒന്ന് പുറത്ത് എഴുതി വെച്ചേക്കാം. ആരാണ് സാർ ഇരുന്ന് ഉറങ്ങുന്നേ? ഇല്ല, ഉറങ്ങണില്ല അല്ലെ? ഓക്കെ, കണ്ണടഞ്ഞിരിക്കണല്ലോ എനിക്ക് തോന്നുന്നു. ഇവിടെ നോക്കിട്ട് അതിലല്ല, ഇപ്പുറത്തിരിക്കുന്ന ആള് ബ്ലൂ. നിരഞ്ജന അല്ല, നിരഞ്ജന അൺമ്യൂട്ട് ചെയ്തേടാ. 2x+3 കിട്ടിയോ? കിട്ടി. തൊട്ടപ്പുറത്തെ പറഞ്ഞേ, ആദ്യം ഏതൊക്കെ തമ്മിൽ കൂട്ടാം? x+x തമ്മിൽ ആദ്യം കൂട്ടാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആൽഫബറ്റ്സ് തമ്മിൽ കൂട്ടാം, എന്നിട്ട് 1+2 ചെയ്യാം. x+x ചെയ്യുമ്പോ എത്ര കിട്ടും? 2x കിട്ടുന്നു. യെസ്, വെരി ഗുഡ്, മിടുക്കി. 2x കിട്ടി. പിന്നെ 1+2 ചെയ്യുമ്പോഴോ 1+2 3 എന്ന് കിട്ടുന്നു.
ഓക്കെ ആയില്ലേ? രണ്ട് സൈഡും ദേ ഈക്വൽ ആയിട്ട് വന്നില്ലേ? മനസ്സിലായോ? അപ്പോ നടുക്കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴും ലാസ്റ്റും ഫസ്റ്റും കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തപ്പോഴും 2x + 3 വന്നത് കണ്ടോ? കണ്ടോ? പിടി കിട്ടിയോ? മനസ്സിലായോ? സാറേ ആ കൊച്ചിനെ വിളിച്ചേ. ആ വൈറ്റ് ആ ഫ്രെനക്കുട്ടി എന്ത് പറ്റി? എന്താണ് ഒരു സങ്കടം? എന്താ നിന്റെ സങ്കടം? പറ. എന്തോ ഉണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എന്താണ് അവിടെ പൊട്ടിത്തകരണത്? ഇല്ല, ചെയ്തോ ഇത്? 2x + 3 കിട്ടിയാ? കിട്ടി. പിന്നെ എന്താണ് ഒരു മൂഡ് ഔട്ട്? ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കണം. എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ സാറേ കൊച്ചിന്റെ മുഖത്ത്? എന്തോ ഉണ്ട്. ആൻസർ ഒക്കെ ചെയ്തു, എക്സ് മാത്രം ഇട്ടില്ല. അപ്പൊ ഞാൻ എഴുതിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓ ഓക്കെ 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 ശരി ശരി. അപ്പൊ അതാണ് കാര്യം. കാരണം നമ്മൾ കണ്ടുപിടിച്ചപ്പോ തന്നെ. യെസ്. അപ്പൊ മനസ്സിലായില്ലേ? 2x + 3യും 2x + 3യും ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി, നടുക്കിലുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ സാറേ? നിന്നോണ്ടിരുന്ന ആളോട് സാറേ ഹരിദേവി അതേ ഇരിക്കണം. അവൻ അൺമ്യൂട്ട് ചെയ്തേ. ഹരിദേവി ആ പറഞ്ഞോ. ഈ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഇനിയെങ്കിലും ആ ബന്ധം പറ പ്ലീസ്. എന്തായിരുന്നു ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഈ ക്വസ്റ്റ്യനില്? ആൻസർ കിട്ടി. ബന്ധം അറിയാതെ എങ്ങനെയാ ആൻസർ കിട്ടണേ? എടാ എന്താണ് മെസ്സേജ്? എന്താണ് സാറേ മെസ്സേജ്? നോക്കട്ടെ ഒറ്റ മിനിറ്റ്. പോവില്ല കേട്ടോ. മെസ്സേജ് എവിടെയാടാ? കഴിഞ്ഞ ആഴ്ച ന്യൂട്ടൺസ് മീറ്റിംഗിലല്ലടാ അയക്കേണ്ടത്. നീ പറ. പോട്ടെ, മെസ്സേജ് ഒക്കെ പോട്ടെ. നമ്മുടെ ഈ നമ്പേഴ്സ് തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് ബന്ധം? 4 നമ്പേഴ്സ് 1 2 3 4 എന്ന് പറയുന്ന 4 എണ്ണൽ സംഖ്യകൾ തന്നിട്ടുണ്ട് അടുത്തടുത്തുള്ള. ഇവര് തമ്മിൽ എന്ത് ബന്ധം ഉണ്ടെന്നാ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നേ? ഈ ഫസ്റ്റ് ഇതാണ് ഈ നമ്പേഴ്സിന്റെ കേട്ടോ. 5 കിട്ടും. ഈ 1ഉം 4 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇവിടെ? ഫസ്റ്റത്തെ ലാസ്റ്റത്തെ 4. അപ്പോ ഫസ്റ്റും ലാസ്റ്റ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം. പിന്നെ ഏതൊക്കെ തമ്മിൽ കൂട്ടിയേക്കണേ? അത് തന്നെ, മിഡിൽ 2 തമ്മിൽ കൂട്ടണം. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും നടുക്കുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും ഒരേ സംഖ്യ കിട്ടണം. ക്ലിയർ ആണോ? ഇനി ചോദിച്ച ബന്ധം അറിയാൻ പാടില്ലെന്ന് പറയരുത്. ക്വസ്റ്റ്യൻ ആ ബന്ധത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തെറ്റും ഇവിടെ. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ സാറേ, ഒന്ന് എണീപ്പിക്കാം. എല്ലാവരും എണീച്ചേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. 7:05 ആയിട്ടുണ്ട്. എല്ലാവരും എണീച്ചേ. ഹരിദേവാണെങ്കിൽ ഇത്രയും നേരം നിൽക്കായിരുന്നു. ഇപ്പൊ ഒന്ന് ഇരുന്നോളൂ. ഇപ്പത്തേക്ക് മിസ് എണീപ്പിക്കണത്. ഓക്കെ, എല്ലാവരും എണീച്ച് നോക്കളെ. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും എണീക്കണം കേട്ടോ. എല്ലാവരും എണീച്ചിരുന്നേ. കാരണം കുറച്ച് പേർക്കെങ്കിലും ഒരു ഉറക്കച്ചടവുണ്ട്. ഒന്ന് എണീച്ചിരുന്നേ. സാറേ ഏഞ്ചലേ എണീച്ചോ? എല്ലാവരും എണീച്ച്. ഘടന എണീക്കാത്തവരെ വിളിപ്പിച്ച് നിർത്തും. വേഗം വേഗം വേഗം. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കൊടഞ്ഞ് ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ശ്രീനന്ദ യൂണിഫോം ഇട്ടിരിക്കണവർക്കാണ് സാറേ ഏറ്റവും പടി അല്ലേ? വീഡിയോ ഓഫ് ചെയ്യാൻ ആരാ പറഞ്ഞേ? എല്ലാവരും എണീച്ചെന്നേ. ഹരിദേവി എണീച്ചോ? സിരിക്കാൻ സമ്മതിക്കില്ലെന്ന്. ഓക്കെ, ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഒരു 2 ചാട്ടൊക്കെ ചാടി. എല്ലാവരും എവരിബഡി. യെസ്, ഒന്ന് വാമപ്പ് ചെയ്തേ. നിർത്ത കൃഷ്ണദേവി അത് നല്ലൊരു പരിപാടി. എവിനെ ഉറങ്ങിയോ? ഇല്ല, അവിടെ കിടക്കാം. ആൽവിൻ ഉറങ്ങിയോ? ഇല്ല. ഒന്ന് എണീച്ച് നിന്ന് കുറച്ചു നേരം. ഹരിദേവി ഇരിക്കാൻ പറഞ്ഞോടാ ഞാൻ. ഗുണ്ടായി സെറിക്കലുണ്ടല്ലോ ഇവിടെ. അവിടെ എണീച്ച് നിന്നേ. ഓ എന്തൊരു മാഞ്ഞിനാ നോക്ക് സാറേ. യെസ് യെസ്, ഇരുന്നോ. എല്ലാവരും ഇരുന്നോ. ഓക്കെ, യെസ്. നമുക്കപ്പോ ഇതിനകത്ത് മൂന്നാമത്തെ
മൂന്നാമത് ഒരു ക്വസ്റ്റ്യൻ ഇല്ല, പറ്റിച്ചേ. 2 ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നത്. സാധാരണ എല്ലാത്തിലും 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതാണ് ഞാൻ 3 എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സ് തമ്മിലുള്ള തുകയും നടുവിലുള്ള 2 നമ്പേഴ്സിന്റെ തുകയും തമ്മിൽ തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ഇതിനെ 1 + 1 1 + 2 1 + 3 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി. അതിനുശേഷം അതിനെ ഏത് ഫോമിലേക്ക് മാറ്റി? x + 1 x + 2 x + 3 ഓൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം. ഓക്കെ ആണോ? ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അതാണ് ഫസ്റ്റും ലാസ്റ്റും തമ്മിൽ നമ്മൾ കൂട്ടി നോക്കി, മിഡിലത്തെ 2 തമ്മിൽ കൂട്ടി നോക്കി. ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒരുപോലുള്ള ആൻസേഴ്സും കിട്ടി. ഓക്കെ ആണല്ലോ? നമുക്കപ്പോൾ നെക്സ്റ്റ് നമ്പേഴ്സിന്റെ കാര്യം നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, എന്നിട്ട് ഞാൻ ബ്രേക്ക് തരാം കേട്ടോ. ഓക്കെ, കുറച്ച് പേര് ആലോചിക്കുന്നുണ്ട് സാറേ മിസ് ബ്രേക്ക് തരുന്നില്ലോ എന്ന്. നമുക്ക് 7, 8 ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് തരാം, ഒരു 10 മിനിറ്റ് കൊടുക്കാണ്ട് ബ്രേക്ക് തരാം. ഓക്കെ, നോക്കിക്കേ എന്താണ് പറയുന്നത്. 167ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കി, ഇവിടെയും എന്താണ്? 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ 2 4 അടുപ്പിച്ച് വന്ന് കുറച്ച് ബുദ്ധിമുട്ടായല്ലേ? 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വായിക്കാം. 4 എന്നാണ് ട്ടാ. ഇത് എന്താണ്? 4 എന്നുള്ള 4 ആണേ, തെറ്റിക്കല്ലേ. 4 അടുത്തുള്ള എണ്ണൽ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇവിടെ മലയാളമല്ല, മലയാളം ഞാൻ പറഞ്ഞു തരാവേ. 4 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, is there is any relation between the sum of first 2 numbers? ആദ്യത്തെ 2 സംഖ്യകളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്പേഴ്സ് എടുക്കാം. 1 2 3 4 എടുത്തല്ലോ. ഇന്നത്തെ പറയുന്നത് എന്താ? സം ഓഫ് ദ ഫസ്റ്റ് 2 നമ്പേഴ്സ്, ആദ്യത്തെ 2 സംഖ്യകളും ആൻഡ് ദ സം ഓഫ് ലാസ്റ്റ് 2 നമ്പേഴ്സ്, അവസാനത്തെ 2 സംഖ്യകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ 2 സംഖ്യകൾ ഇതാണല്ലോ, ആദ്യത്തെ 2 സംഖ്യകൾ. ഓക്കെ ആണോ? അവരെ തമ്മിൽ നമുക്ക് കൂട്ടാം. 1 + 2 എത്രയാണ്? 1 + 2 കൈ കൊണ്ട് കാണിച്ചെല്ലാവരും. 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? 3 എന്ന് കിട്ടണം. എല്ലാവരും ചെയ്തു നോക്കി. ഇനി ഇപ്പുറത്ത് അടുത്തത് എടുക്കാം. 3 + 4 3 + 4 എടുത്ത് സം എടുത്ത് നോക്കി. എത്രയാണ് കിട്ടുന്നത്? 3 + 4 = 7 എന്ന് കിട്ടുന്നു. മക്കളെ എഴുതിക്കോടെ, അതിനോടൊപ്പം തന്നെ എഴുതിപ്പോക്കോ. കുറച്ചൊരു സിനിമ കാണാനിരിക്കണോ ഇരിക്കുന്നത് എന്താ? എഴുതിപ്പോക്കോ അതിനോടൊപ്പം. ദേ അവനെ വിളിച്ചേ. അവൻ എന്താണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? അതിലെ എന്താണ് ആലോചിക്കണേ? എഴുതിക്കേ. എഴുതിക്കേ. ആദ്യം നമ്മൾ എടുത്ത എക്സാമ്പിൾ ഏതാണ്? 1 2 3 4. അപ്പൊ എക്സാമ്പിൾ 1 എന്ന് കൊടുത്തോളൂ കേട്ടോ. എക്സാമ്പിൾ 1, ഉദാഹരണം 1, 1 2 3 4. 3 എന്നും 7 എന്നും കിട്ടി. എന്താണ്? 3 എന്നും 7 എന്നും കിട്ടി. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇവരെ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? 3ഉം 7ഉം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളൊന്ന് പറഞ്ഞേ, 3ഉം 7ഉം തമ്മിൽ എന്താണ് ബന്ധം? എന്തെങ്കിലും ബന്ധം ഉണ്ടോ? അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ബന്ധം പ്രെഡിക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ തൊട്ടടുത്തൊരു എക്സാമ്പിളും കൂടി എടുക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ 4 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകൾ പറഞ്ഞേ. ആരാ പറയുന്നേ? എബിനെ പറഞ്ഞേ. ഹലോ എബിൻ. അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യ പറഞ്ഞേടാ കൂട്ടാ. 3 4 4 പറയണം. 2 5 6 മതി. 4 കഴിഞ്ഞിട്ട് 2ലേക്ക് പോരുന്നിട്ടാ. അടുത്തടുത്തുള്ള സംഖ്യകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. 3 4 5 6. വേറെ നമ്പർ എടുത്ത ഈ പരിപാടി ഇവിടെ ആപ്ലിക്കബിൾ ആവില്ല. ആ റിലേഷൻ ഇവിടെ വരില്ല. ഓക്കെ, നോക്കി. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 3 4 5 6. ഇനി ഒന്ന് കൂട്ടി നോക്കി. ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 3 + 4 എത്ര കിട്ടി? 3 + 4 ഒന്ന് കൈ കൊണ്ട് കാണിച്ച്. 3 + 4 = 7. ഇനി 5 + 6, 5ഉം 6ഉം കൂടി കൂട്ടി നോക്കി. എത്ര കിട്ടി? 5 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പൊ കിട്ടിയ നമ്പേഴ്സ് 7ഉം 11ഉമാണ്. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, ആദ്യം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു മക്കളെ? 3ഉം 7ഉം ആയിരുന്നു. നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. 3ഉം 7ഉമാണ് ആദ്യം കിട്ടിയത്. പിന്നെ കിട്ടിയത് 7ഉം 11ഉമാണ്. ഓക്കെ, ഇപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി വരുന്നില്ല എങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി എടുത്തു നോക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ എക്സാമ്പിൾ എടുത്തെടുത്താലേ ചെയ്ത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളൊരു കൺക്ലൂഷൻ എത്തണം, ഇത് ഇങ്ങനെയാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. ആരാ പറയുന്നേ? ഇവാനിയ ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ. ഇവാനി എക്സാമ്പിൾ പറയാനായിട്ട് ഇങ്ങനെ ധൃതി പിടിച്ചിരിക്കുന്നു തോന്നുന്നു. പറഞ്ഞോ. 4 5 6 7. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ 4 + 5 കൂട്ടി നോക്കിയേ. എല്ലാവരും ചെയ്ത് എഴുതണോട്ടെ. ഇത് 4 + 5 9 കിട്ടുമല്ലോ. 4 + 5 9 എന്ന്. ഇനി രണ്ടാമത്തെ പേരെന്താണ്? 6 + 7. 6 + 7 എത്ര കിട്ടും?
ഒന്ന് കൈ കൊണ്ട് കാണിച്ചേ. 6 + 7 കുറെ പേര് 8, 9, 10, 11 എണ്ണുന്നേയുള്ള അവിടെ. യെസ് 13 എന്ന് കിട്ടിയല്ലോ. ഓക്കെ, ആ നമ്പേഴ്സ് നമ്മളിത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. 9 ഉം 13. ഈ എഴുതിയിരിക്കുന്ന ഓരോ നമ്പേഴ്സ് തമ്മിലും ഒരു സെയിം പാറ്റേൺ ഉണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. സെയിം പാറ്റേൺ ഇവരെല്ലാവരും തമ്മിലുണ്ട്. 3, 7, 7, 11, 9, 13. നമുക്ക് കുറെ കഴിയുമ്പോൾ നിങ്ങളൊരു എന്താ പറയാ, ഇപ്പോൾ വലിയ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 10 ഒക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വലിയ കുട്ടികളായി. ഓക്കെ, അപ്പോ എന്താ ആരാണ് സാർ ഇവിടെ? അദ്വൈതേ, എന്താ ഇവിടെ നടക്കണേ? അൺമ്യൂട്ട് ചെയ്ത് നീ ചോദിക്കട്ടെ, ഞാനൊരു കഥ പറയാൻ വരുന്ന ആ ഫ്ലോ ഒന്ന് പോയി. എന്താണ് പരിപാടി ഇവിടെ? എന്താണ് കളിച്ചോണ്ടിരിക്കണ ഇവിടെ? ഒന്നുമില്ല. എന്തീ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞേ, ബന്ധം കണ്ടുപിടിക്കുന്നേ പറ. 3 ഉം 7 ഉം 7 ഉം 11 ഉം 9 ഉം 13 ഇവർ തമ്മിലൊരു കോമൺ റിലേഷൻ ഉണ്ട്. എന്തായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പേർക്ക് ബുദ്ധിയുണ്ട് നോക്കട്ടെ, എത്ര പേർക്ക് ബുദ്ധിയുണ്ട് നോക്കട്ടെ. ഇത് കലക്കും. കിട്ടിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. സിമ്പിൾ ആണ്, ചെറിയ പരിപാടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് പറഞ്ഞു അല്ലേ. പ്രൈം നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. പ്രൈം നമ്പർ ആണോ? 9 പ്രൈം നമ്പർ ആണോടാ? പറഞ്ഞവനെ വിളിച്ചേ, ഇടുക്കി ഞാൻ അവനെ. ആദിനാഥേ, 9 പ്രൈം നമ്പർ അല്ലട കൂട്ടാ. ആ ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇന്ന് നീ ക്ലാസ്സിൽ ഉണ്ടാവണം കേട്ടോ. പോരുതേ, എവിടെ പോരുതേ. ഓക്കെ, 9 പ്രൈം നമ്പർ അല്ല. 3 × 3 9 അല്ലേ? ഓക്കെ, യെസ്, അവരൊരു അബദ്ധം പറ്റിയതാണ്. പോട്ടെ, ശരി. നമുക്ക് ഇന്ന് ആ ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ റിവിഷൻ ടൈമിൽ ഉണ്ടാവണം കേട്ടോ. എന്താണ്, ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഡിഫറൻസ് അല്ല, സോറി, ശരി. ചതിച്ചല്ലോ ഭഗവാനെ, ഞാൻ തന്നെ പറഞ്ഞല്ലോ. എന്താണെന്ന് മനസ്സിലായോ? പിടി കിട്ടിയവർ അവർ ഇതിനൊന്ന് പറയണം. യെസ്, പിടി കിട്ടിയ ആൾക്കാരൊന്ന് അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. ആരാണ്? ഒന്ന് വിളിച്ചോളൂ. ആരെയാന്ന് വെച്ചാൽ വിളിച്ചോളൂ. വികാസേ, ഒറ്റ മിനിറ്റ് കണ്ടുപിടിക്കട്ടെ. കിട്ടി, പറഞ്ഞോ. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണോ ഇപ്പോ, അതോ നേരത്തെ അറിയായിരുന്നോ? മിസ് ക്ലാസ്സിൽ പറഞ്ഞു തന്നോ? സത്യം പറ. ടീച്ചർ പറഞ്ഞു തന്നു. എനിക്ക് അപ്പോഴേ തോന്നി. പറ, എന്താ ബന്ധം? പറ. ഈ നമ്പേഴ്സ് ഒക്കെ തമ്മിൽ എന്താ ഒരു ബന്ധമുള്ളേ? ഓ, തലയൊക്കെ ചൊറിഞ്ഞിരിക്കുന്നു ഇവിടെ. പറ. മറന്നുപോയത്? ഈ കുഞ്ഞി തലയിൽ ഇത്രയും മറവിയോ? എന്തായിരിക്കും മക്കളെ? എന്താണ്? കുറെ പേരോട് പറയാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വികാസേ, നീ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അവര് പറയൂട്ടാ. വേഗം പറ, വേഗം പറ. ഗോൾഡൻ ചാൻസ് ആണ്, വേഗം പറ. മറന്നുപോയി എന്നൊക്കെ കിട്ടണില്ല. ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ. എല്ലാവരും വിളിച്ചോ. ആസ്മി, യെസ്, ആസ്മി പറഞ്ഞിടാം. പറഞ്ഞോ. 4 പ്ലസ് ചെയ്ത 3നോട് 4 പ്ലസ് ചെയ്താ 7 കിട്ടും എന്നാണ് ആസ്മി പറയുന്നത്. അടുത്തതിലാണെങ്കിലോ? അതിനകത്തും 4 പ്ലസ് ചെയ്താൽ കിട്ടും. ഇതിലാണെങ്കിലും 4 കൂട്ടിയാൽ കിട്ടും. ഒന്ന് നോക്കിയേ, കിട്ടാതിരുന്നവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ കറക്റ്റ് ആണോ പറഞ്ഞതെന്ന്. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ആ പോയിന്റ് കറക്റ്റ് ആണ്. വെരി ഗുഡ്, മിടുക്കി. അപ്പൊ എന്താണ് പറയുന്നത്? നമ്പേഴ്സിന്റെ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ്, അവർ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും എത്രയായിരിക്കും മക്കളെ? 4 ആയിരിക്കും. മനസ്സിലായോ? ഡിഫറൻസ് ഇസ് ഓൾവേസ് 4. പിടികിട്ടിയോ? വ്യത്യാസം എപ്പോഴും എത്രയായിരിക്കണം? 4 ആയിരിക്കണം അവർ തമ്മിലുള്ള വ്യത്യാസം. പിടികിട്ടിയോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. നമുക്കിപ്പോ മനസ്സിലായി 3 - 4. അപ്പൊ താഴത്തെ എഴുതാട്ടോ. 3 അല്ലെങ്കിൽ 7 - 3 = 4. ഡിഫറൻസ് ഈസ് ഓൾവേസ്, അത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചേ. ഡിഫറൻസ് ഈസ് ഓൾവേസ് 4. ഡിഫറൻസ് ഈസ് ഓൾവേസ് 4. വ്യത്യാസം എല്ലായ്പ്പോഴും 4 ആയിരിക്കും. വ്യത്യാസം എല്ലായ്പ്പോഴും 4 ആയിരിക്കും. പിടികിട്ടിയോ? കണ്ടുപിടിക്കാതിരുന്നവർക്ക് മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കഥ ഞാൻ വിട്ടുപോയി. നിങ്ങളിപ്പോ
അപ്പോൾ 10+2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വലിയ കുട്ടികളായി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മുടെ USS എക്സാം ഇല്ലേടാ നിങ്ങൾ എഴുതാൻ പോകുന്നത് ഏകദേശം അതേ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് പിന്നീട് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനായിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇതുപോലെ നമ്പർ സീരീസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അതിനകത്ത് കണക്കിലെ കളി പോലെയാണ്. കുറേ നമ്പേഴ്സ് ഇതിനെ തന്നിട്ടുണ്ടാവും. അവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ 2, 6, 8, 10 തൊട്ടടുത്ത നമ്പർ എത്രയാ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം എത്രയാ? 12 അല്ലേ തൊട്ടടുത്ത നമ്പർ? അത് നോർമൽ സീരീസ് ആണ്. ഇതുപോലെ പല പല നമ്പർ സീരീസുകളും ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇതുപോലെ ഡിഫറൻസ് വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ടുണ്ടാവും. ചിലപ്പോൾ 4 കൂട്ടി പോകുന്നത്, 5 കൂട്ടി പോകുന്നത്, അല്ലെങ്കിൽ ഗുണിച്ച് പോകുന്നത്, ഡിവൈഡ് ചെയ്ത് പോകുന്നത്, അങ്ങനെ പല പല നമ്പർ സീരീസുകളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, പോട്ടെ, കുറച്ച് നേരം ആലോചിക്കുന്നത് മിസ്സിന് വേറെ പണിയൊന്നുമില്ല, ഇപ്പൊ തന്നെ പഠിക്കാൻ വരാനുള്ള അപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നീട് നമുക്ക് അതൊക്കെ നോക്കാനുണ്ട് കേട്ടോ. യെസ്, അപ്പൊ നോക്കി 4 ഇവിടെ എന്ത് ഡിഫറൻസ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നമ്മൾ ആദ്യം നമ്പേഴ്സ് വെച്ചിട്ട് നോക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഓൾജിബ്ര ആയിരിക്കില്ല എന്തായാലും. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് റിലേഷൻ ആൻഡ് റൈറ്റ് ദ റിലേഷൻ യൂസിങ് ഓൾജിബ്ര. എന്തുകൊണ്ട് ഇത് ഒരുപോലെ വരുന്നു എന്നും അതിനെ എന്ത് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം? ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാനായിട്ടുണ്ട്. പിടികിട്ടിയോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായാലും ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തോളൂ. 7:18 ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് പോയി ചായ ഒക്കെ കുടിച്ചിട്ട് ഓടിയോ. ഓക്കെ, യെസ്, ടാറ്റാ. ഓക്കെ, എല്ലാവരും തിരിച്ചു വന്നോ? വേഗം വരൂ, വീഡിയോ ഓൺ ആക്കൂ, പെട്ടെന്ന് ആയിക്കോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാല്ലേ. വേഗം ആയിക്കോട്ടെ. ഓക്കെ, റെഡി? ചായ ഒക്കെ കുടിച്ചോ? ആര്യനാണ് സാറേ മുകളിലിരിക്കുന്നത്. ആര്യൻ ചായ കുടിച്ചായിരുന്നോ? എന്താണ് തണുക്കണുണ്ട്? അത് ഇങ്ങനെയൊക്കെ ഇരിക്കണേ കൂഞ്ഞിക്കൂടി. ചായ കുടിച്ചാ നീ? എന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. കാപ്പി കുടിച്ചു. നിനക്ക് കാപ്പിയാണോ ഇഷ്ടം? അതാണ്, കാപ്പിക്കാരനാണ്. ഓക്കെ, അടിപൊളി. യെസ്, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇതിനകത്ത് തന്നെ നമുക്ക് ഓൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്യാറായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോർമൽ നമ്പേഴ്സ് വെച്ചിട്ട് പറഞ്ഞു. ഇനി അതിനെ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റണം. നമുക്കപ്പോൾ 1, 2, 3, 4 തന്നെ എടുക്കാവേ. അപ്പോൾ 1, 2, 3, 4 തന്നെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റണം. പറഞ്ഞോളൂ. ഫസ്റ്റ് നമ്പറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. എപ്പോഴും 1നെ നമ്മൾ എന്തായിട്ട് എഴുതും? വിളിക്കാം സാർ ഒരാളെ. ആൻവിൻ പറഞ്ഞേ. 1നെ എക്സ് ആയിട്ട് എഴുതും. യെസ്, വെരി ഗുഡ്, മിടുക്കൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോടാ മോനെ. അടുത്ത ആള് സാറേ. കുട്ടി പറഞ്ഞേ. 1x ആണെങ്കിൽ 2 എത്രയാണ്? എയ്ന എവിടെ സാറേ? കേട്ടില്ലേ? ഹലോ പറഞ്ഞേ. 1x ആണെങ്കിൽ 2 എത്രയാണ്? x+1. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ 3 എത്രയാണെന്ന് ഒരാളോട് ചോദിക്കാം. അടുത്ത ആള്. വെരി ഗുഡ്, x+2. സമ്മതിക്കില്ല, ഞാൻ തന്നെ പറയുന്നു. ഓക്കെ, അടുത്തത് ഒരാൾക്ക് അവസരം കൊടുക്കാം. അടുത്ത ആളാരാണ് സാറേ? അൽന പറഞ്ഞേ. അൽന ഇങ്ങനെ കഴിഞ്ഞ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. x+3. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്, മിടുക്കന്മാരല്ലേ. എന്താ നോക്കി, 1ന് നമ്മൾ x എന്ന് പേര് കൊടുത്താൽ 2ന് എന്തായിരിക്കും? x+1 ആയിരിക്കും. 3x+2 ആയിരിക്കും. 4x+3 ആയിരിക്കും. അപ്പൊ ഇനി ആ കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയില്ല. ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. എല്ലാത്തിലും അതുപോലെ തന്നെയാ വരിക. അപ്പൊ എഴുതിക്കേ. 1ന് തൊട്ട് താഴെ x കൊടുക്കാം, 2ന് തൊട്ട് താഴെ x+1 കൊടുക്കാം, 3ന് തൊട്ട് താഴെ x+2 കൊടുക്കാം, 4ന് പകരം x+3 കൊടുക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? എക്സ്പ്ലെയിൻ. ഫസ്റ്റത്തേല് സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് അല്ലെ. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് അല്ലെ. സം ഓഫ് ഫസ്റ്റ് 2 വേണം, സം ഓഫ് ലാസ്റ്റ് 2 വേണം. ചെയ്തേ. ആദ്യത്തെ 2 സംഖ്യയുടെ തുകയും അവസാനത്തെ 2 സംഖ്യകളുടെ തുകയും ഒന്ന് കണ്ടുപിടിച്ചേ. പവിത്രത യൂണിഫോം കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഇത് ആരാന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സും x+1 ആണല്ലേ. അപ്പൊ കൊടുക്കൂ x+1. കൊടുത്തേ മക്കളെ. ആദ്യത്തെ 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ എക്സും x+1 ആണ്. സോ x+1. ഓക്കെ, ഇനി അവസാനത്തെ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ x+2ഉം x+3ഉം ആണ്. അപ്പൊ x+2 + x+3 കൊടുത്തോളൂ. എല്ലാവരും ഇതുപോലെ കൊടുക്കൂ. ഓക്കെ ആണോ? ഒരാളെ വിളിച്ചോളൂ സാറേ. പഞ്ചമി.
പഞ്ചമി തിങ്കൾ അൺമ്യൂട്ട് ചെയ്തേ. യെസ്, ആ ഒരു ഫ്ലോ പോയി. പറഞ്ഞു. എക്സും വണ്ണും നമ്മുടെ ആയുഷ് പറഞ്ഞു. ആയുഷ് അല്ല, ദേവർഷ് അല്ലേ സാറി പാട്ട് പാടാൻ പറഞ്ഞത്. ഇപ്പൊ ദേവർഷ് പാട്ട് പാടാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു. പറഞ്ഞോ. എക്സ് പ്ലസ് 1 2x+1. വെരി ഗുഡ്. മിടുക്കനല്ല, മിടുക്കി. ഓക്കെ, രണ്ട് എക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 2x ആണ്, അതിനോടൊപ്പം ഒരു 1 കൂടി കൂട്ടുക അല്ലെ. ഇനി തൊട്ടപ്പുറത്ത് എങ്ങനെയായിരിക്കും? അടുത്ത ആളെ വിളിക്കാം. ഏഞ്ചലീന ഇത് വെച്ചിട്ട് പാട്ട് എനിക്ക് അറിയാൻ പാടില്ല. പറഞ്ഞേടാ, ഏതൊക്കെ തമ്മിൽ ആദ്യം കൂട്ടാം? എക്സും കൂടി കൂട്ടാം. അപ്പൊ എത്ര കിട്ടും? അൺമ്യൂട്ട് ആണ്, സൗണ്ട് കുറവാണോ? ഹലോ, ഹെഡ്സെറ്റ് ഒന്ന് ഊരിയിടാ, എന്നിട്ട് സംസാരിച്ചു നോക്കി. ഹലോ. 2x. ശരി, ഇനി അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം. അപ്പോ 2 + 3 5. ഓക്കെ ആണല്ലോ. അപ്പൊ നീ നോക്കിയ മക്കളെ, ഇവിടെ 2x+1 എന്ന് കിട്ടി, തൊട്ടപ്പുറത്ത് 2x+5 എന്ന് കിട്ടി. നമുക്കറിയാലോ, നമ്മളിപ്പോ കണ്ടുപിടിച്ചതാണ് ഡിഫറൻസ് എല്ലായ്പ്പോഴും 4 ആയിരിക്കും എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ് ഇവർ തമ്മിലുള്ളത് അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ 2x+1 ആണ്, അപ്പുറത്ത് 2x+5 ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. യെസ്, നമുക്ക് ഇവർ തമ്മിൽ ഡിഫറൻസ് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാം. വാ, 2x+5 ആണ് ഇവിടെ വലുത് അല്ലെ. 2x+5 അല്ലേ വലിയ നമ്പർ, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കാം കേട്ടോ. 2x+5 - 2x+1. നോക്കിക്കേ, ഡിഫറൻസ് 4 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. നമുക്കപ്പോ എക്സിന്റെ ടേമുകളെ അടുത്തടുത്ത് എഴുതാം. 2x, ഇതിനിപ്പുറത്ത് ആരുണ്ട്? -2x ഉണ്ട്. അപ്പൊ 2x-നെയും -2x-നെയും അടുത്തടുത്ത് എഴുതി. പിന്നെ +5 ഉണ്ട്, +1 ഉണ്ട്. +5 ഉണ്ട്, +1 ഉണ്ട്. നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലെ. ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മൈനസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്തേ, കുറെ പേര് ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് മൈനസ് വരുമ്പോൾ ഈ ഒരു സംഗതിയെ നമുക്കൊന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെക്കാം. എന്താണ്? ഇപ്പുറത്ത് തന്നിരിക്കുന്ന ആളെ, ആരെയാണോ കുറയ്ക്കേണ്ടത് അയാളെ നമുക്കൊന്ന് ബ്രാക്കറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇപ്പൊ ഇതുപോലെ തന്നെ ബ്രാക്കറ്റിലാക്കി എഴുതിയേ. 2x+5 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2x+1 എഴുതി വെക്കാം. 2x+5 - 2x+1. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂ കേട്ടോ. അപ്പൊ ഞാനത് തൊട്ട് ഇപ്പുറത്ത് എഴുതി കാണിച്ചു തരാം. ഇവിടെ മുകളിൽ എഴുതി കാണിച്ചു തരാം. യെസ്, നോക്കിക്കേ. 2 വെയിറ്റ്. ഓക്കെ, 2x+5 - 2x+1. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഇപ്പൊ എഴുതിയത് അല്ലെ. വലിയ നമ്പർ 2x+5 ആണ്, അതിൽ നിന്നും ചെറിയ നമ്പർ ആയിട്ടുള്ള 2x+1 മൈനസ് ചെയ്യുന്നു. നടുക്ക് മൈനസ് വന്നതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് വന്നേട്ടാ. ക്ലിയർ ആയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. നടുക്ക് മൈനസ് വന്നതുകൊണ്ടാണ് ഇപ്പുറത്ത് ബ്രാക്കറ്റിലേക്ക് നമ്മൾ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂ കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ഉണ്ടായിരുന്ന +1 -1 ആയിട്ട് മാറും. 2x -1 എന്നാണ് വരിക. എന്താണ് നോക്കിക്കേ, ഈ -2x ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ എന്താ? -2x -2x. ഇനി -+1 ചെയ്യുമ്പോഴോ -1 എന്ന് വരില്ലേ? അതാണ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് കേട്ടോ. ഓക്കെ ആണോ? എന്താണ് പറയുന്നത്? 2x+5 - 2x -1. ഓക്കെ, 2x+5 - 2x -1. അപ്പൊ നോക്കാം, 2x-ഉം 2x-ഉം. ഓക്കെ, ഇവിടെ ഒരു 2x ഉണ്ട്, ഇവിടെ ഒരു -2x ഉണ്ട്. കട്ടായി പോകൂലേ? ക്ലിയർ ആയെങ്കിൽ ടാറ്റ തന്നേ. ആദ്യം ഒരു 2x ഉണ്ട്, പിന്നെ ഒരു -2x ഉണ്ട്. 2x-ൽ നിന്നും -2x കുറച്ച് കഴിഞ്ഞാൽ 0 ആയിപ്പോയി. പിന്നെ 5 ഉണ്ട്, 1 ഉണ്ട്. ആൻസർ എത്ര കിട്ടി? 5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരാളെ വിളിക്കാം സാറേ. പവിത്ര പറഞ്ഞ എത്ര കിട്ടി? 5 - 1 4. 5 - 1 is equal to 4 എന്ന് കിട്ടി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എത്രയാണ് നമ്മുടെ ഡിഫറൻസ്? നമുക്ക് ഇവിടെ ഓൾജിബ്രിക് ഫോമിലാണെങ്കിലും 4 തന്നെ കിട്ടി. ഓക്കെ ആണോ? ഡിഫറൻസ് നമുക്ക് ഇവിടെയും 4 തന്നെ കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് പാട്ട് എന്തായാലും ഞാൻ പാടിയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ അവരെ പറഞ്ഞു പറ്റിച്ചു സാറേ അല്ലെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പറ്റിച്ചു. ഇന്നിപ്പോ എന്തായാലും ഞാൻ പാട്ട് പാടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഫിനിഷ് ആക്കിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പാടാം. 5 - 1 4 ആണ്. ഡിഫറൻസ് അപ്പൊ എന്ത് കിട്ടി? 4 കിട്ടിയല്ലോ. കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇപ്പുറത്തേക്ക് വരാനായിട്ട് കേട്ടോ. ഓക്കെ, ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 4. 2x+5, അതിൽ നിന്നും 2x+1 മൈനസ് ചെയ്യാണ് ഉണ്ടായത്. മൈനസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ബ്രാക്കറ്റിൽ ഇട്ടു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലെ പ്ലസ് ആയിരുന്ന സംഗതി മൈനസ് ആയി മാറുന്നു. ശ്രദ്ധിക്കാട്ടോ, ഇവിടെ +1 ആയിരുന്ന സംഗതി എന്തായി മാറും? -1 ആയി മാറി. ക്ലിയർ ആണോ? എന്നിട്ട് 2x-ഉം -2x-ഉം കട്ടായി പോയി. 5-ഉം -1-ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഏത് പാട്ടാണ് സാറേ പറഞ്ഞേ? സജിത് സാർ ഒന്നും വന്നിട്ടില്ല. അതല്ലേടെ പറഞ്ഞത്. സജിത് സാർ അല്ല, നമുക്ക് ഇന്ന് അബീദ് സാറാണ് ഇവിടെ ഇരിക്കുന്നത്.
ഇരുത്തി അങ്ങ് അപമാനിക്കുകയാണോ? ഓക്കെ യെസ്, നമുക്ക് സജിത് സാറേ ഈ ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ല, 7ാം ക്ലാസ്സിൽ കയറിയില്ല എന്നാ പറഞ്ഞേ. ഓക്കെ, ഞാനും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ ആണോ, ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? നമ്മുടെ 167ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? നമ്മളിനി ചെറിയൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നോക്കി, നമ്പർ ക്യൂരിയോസിറ്റി, സംഖ്യാ കൗതുകങ്ങൾ. വളരെയധികം പേര് പോലെ തന്നെ നല്ല ക്യൂരിയസ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് നമ്പർ ക്യൂരിയോസിറ്റി, സംഖ്യാ കൗതുകങ്ങൾ എന്ന് പറയുന്ന കൗതുകങ്ങൾ. നാക്കുളിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് പരിപാടി ചെയ്യാൻ പോകുന്നത് എന്ന്. ഓക്കെ യെസ്, അപ്പോൾ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? നമ്മളിപ്പോൾ കുറച്ച് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു. അതിനകത്ത് ആദ്യത്തെ 2 നമ്പേഴ്സിനും അവസാനത്തെ 2 നമ്പേഴ്സും തമ്മിൽ സം എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ബന്ധം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മൾ ഓൾജിബ്രിക് ഫോം ഒക്കെ എഴുതി. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ 3 നമ്പേഴ്സ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് മറ്റൊരു കളർ എടുത്ത് ചെയ്യാം. 5, 6, 7. എന്താണ് 3 നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്? ഏതൊക്കെയാണ് മക്കളെ? 5, 6, 7. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ 5ഉം 6ഉം കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. 5 + 6, 5 + 6 ഒന്ന് ചെയ്തേ. 5 + 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്ന് കൈ കൊണ്ട് കാണിച്ചേ. 5 + 6 = യെസ്, കുറെ പേര് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, 11 ആണല്ലേ? 11 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി 6ഉം 7ഉം കൂടി, 5ഉം 6ഉം കഴിഞ്ഞു. ഇനി 6ഉം 7ഉം കൂടി ഒന്ന് ആഡ് ചെയ്തേ. 6 + 7 എത്ര കിട്ടും? നേരത്തെ പോലെ ഒന്ന് കാണിച്ചേ. 13 എന്ന് കിട്ടും അല്ലേ? 13. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ആരാണ് ഇവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? എഴുതാതെ. നമ്മുടെ യൂണിഫോം ഇട്ടിരിക്കുന്ന കുട്ടി, ദിങ്ങിരിക്കുന്ന കുട്ടി ശ്രീനന്ദ എഴുതുന്നില്ലേ? പച്ച വാച്ചൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ആ റിബണൊക്കെ നോക്കി, എനിക്ക് നൊസ്റ്റാൾജി അടിക്കണം റിബണൊക്കെ കാണുമ്പോ. ഞങ്ങൾക്ക് റെഡ് റിബൺ ആയിരുന്നു മക്കളെ, ഞങ്ങളുടെ യൂണിഫോം റെഡ് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് റെഡ് റിബൺ ആയിരുന്നു. ശ്രീനന്ദയുടെ വൈറ്റ് റിബൺ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ്. 11ഉം 13ഉം 11 + 13, 11 + 13 ചെയ്യാം. ഇനി 11ഉം 13ഉം കൂടി മുകളിൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നോക്കി? യെസ്, 24 കിട്ടി. 24 കിട്ടിയല്ലോ. എല്ലാവരും ഈ ഒരു പാറ്റേൺ ചെയ്തേ. എല്ലാവരും ഇതുപോലെ തന്നെ വരച്ച് മുകളിലേക്ക് എഴുതി പോയേ. കൂട്ടി മുകളിലേക്ക് എഴുതുന്നു. അപ്പൊ ഒറ്റ സംഖ്യ 24 എത്തിയുള്ളൂ. ഇനി കൂട്ടാൻ പറ്റുമോ? ഇനി മുകളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 24 വരെ കിട്ടിയോ? അവൻ എന്താണ് ഇവിടെ കഴിച്ചോണ്ടിരിക്കണേ, ചവച്ചോണ്ടിരിക്കണേ? എന്താ വിളിച്ചേ? അവൻ ചിരിക്കണ്ട്, കള്ളച്ചിരി കണ്ടറിയാൻ പാടില്ല, അവനാണ്. അമാൻ, എന്താണ് വായിലിട്ട് ചവച്ചോണ്ടിരിക്കണേ? അടുക്കളയിൽ എന്തോ എടുത്തോണ്ട് ഓടിയിട്ടുണ്ട്. എന്താ പറ, ഞാൻ കണ്ടു. മിച്ചറാ, മിഠായിയാ? മിച്ചർ. ആ മിച്ചറിന്റെ ആളാന്ന് തോന്നണവൻ. ചെയ്താ ഈ സംഗതി? ചെയ്ത്. ഓക്കെ ഫൈൻ. മ്യൂട്ട് ചെയ്തോ. 5, 6, 7. 5 + 6 ചെയ്തപ്പോൾ 11 കിട്ടി. 6 + 7 ചെയ്തപ്പോൾ 13 കിട്ടി. 11ഉം 13ഉം കൂടി കൂട്ടിപ്പോ 24 കിട്ടി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഇവിടെ ചെറിയൊരു റിലേഷൻ നമുക്ക് പറയാനായിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന 6 എന്ന് പറയുന്ന സംഖ്യയും മുകളിൽ തന്നിരിക്കുന്ന 24 എന്ന് പറയുന്ന സംഖ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ. താഴത്തെ 6ഉം മുകളിലത്തെ 24ഉം തമ്മിൽ ഇസ് ദർ എനി റിലേഷൻ? ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്കി കണ്ടുപിടിച്ചേ, എന്തെങ്കിലും റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അത് തന്നെ, കുറെ പേര് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. അവരെന്താണ് ബൂമറാങ്ക് പോലെ ചെയ്തോണ്ടിരിക്കണേ? അവന്റെ പേരെന്താണ് സാറേ? തേജസ്. ഞാൻ കണ്ടു. *4. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ യെസ്. നോക്കാം എന്താണ് 6 × 4 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 24 കിട്ടുന്നത്. എന്താണ് 6 × 4 ചെയ്താലാണ് നമുക്ക് 24 കിട്ടുന്നത്. നമുക്ക് മറ്റൊരു നമ്പർ കൂടി എടുത്ത് നോക്കാം. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ വേണോട്ട് എടുക്കാനായിട്ടല്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്ത് വെക്കരുത് കേട്ടോ. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ വേറെ എണ്ണം എടുക്കാം. ഓക്കെ, നമുക്ക് നിങ്ങൾ പറ, ഒരാളെ കൊണ്ട് ചോദിപ്പിക്കാം, അവരുടെ ഒരു ഇഷ്ടം ചോദിക്കാം. അഭിറാം. ഇവാറോസേ, ബസ് വരാറായില്ലല്ലോ, ഓട്ടോ വരാറായല്ലേ? ഇവാറോസിന്റെ ബസ്സാണ്. ഒറ്റ മിനിറ്റ് ആണോ ഇവാറോസേ? നമുക്ക് 8 മണിക്ക് കഴിയുള്ളൂടാ. നീ വേഗം റെഡി ആയിട്ട് നിന്നോ, വണ്ടി വരുമ്പോ ഓടിക്കോട്ടോ. യെസ്, പറഞ്ഞോടാ. നമ്പർ 3 എണ്ണം പറഞ്ഞ ഇഷ്ടമുള്ള ഏതെങ്കിലും 3 എണ്ണം പറ. 7, 6, 8. 7, 6, 8. 7, 6, 8 എന്ന് പറയുമ്പോ ഓർഡർ തെറ്റിപ്പോയില്ലേടാ? 6, 6, 7, 8 ഓർഡർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. 6, 7, 8. ഓക്കെ, അപ്പോ കറക്റ്റ് ആയി. 6, 7, 8 അടുത്തടുത്ത് വരുന്ന 3 എണ്ണൽ സംഖ്യകളാണ് അല്ലെ? കൂട്ടിക്കോളൂ. ഒന്നും പറഞ്ഞില്ല അല്ലെ? ശരി. എന്താണ്? ഞാൻ മുക്കലാമലി
മുക്കാലായി തോന്നണല്ലോ. ആ മുക്കാലാവണം. എന്ത് പറ്റി, നേരത്തെ പോണോ? ബസ് വരുമോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല ഫൈൻ. ശരി, അപ്പോൾ എന്താണ്, ആദ്യം 6ഉം 7ഉം കൂടി കൂട്ടണം. 6ഉം 7ഉം കൂടി കൂട്ടണം. ഓക്കെ ആണല്ലോ? അതെ, 6ഉം 7ഉം കൂടി കൂട്ടിയേ. 6ഉം 7ഉം കൂടി കൂട്ടിയിട്ട് മുകളിൽ എഴുതിക്ക് എത്ര കിട്ടുമെന്ന് ഒന്ന് കൈ കൊണ്ടും കൂടി കാണിച്ചോളൂ. ദീപാറോസ് ഫുൾ സെറ്റ് ആണ്, വണ്ടി വന്ന് ഓടിയാൽ മതി. ഓക്കെ യെസ്, എത്രയാണ്? 13. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു ഇവാറോസ്. മിസ്സേ ഞാൻ പോണ് എന്ന് പറഞ്ഞ മെസ്സേജ് ഒരൊറ്റ ഓട്ട് വരുന്നത്. ഓക്കെ, ഇനി 7ഉം 8ഉം കൂടി കൂട്ടിക്കോ. 7ഉം 8ഉം കൂടി കൂട്ടിക്കോ. എത്ര കിട്ടി? 7ഉം 8ഉം കൂടി കൂട്ടിപ്പോ. യെസ്, എത്രയാണ്? 15 എന്ന് കിട്ടിയോ? 15 എന്ന് കിട്ടിയോ എല്ലാവർക്കും? ഇനി മുകളിലത്തെ സംഖ്യ, മുകളിലത്തെ 13ഉം 15ഉം കൂടി കൂട്ടി. 13ഉം 15ഉം കൂടി കൂട്ടി. 13ഉം 15ഉം എത്ര കിട്ടി? 28 ആണോ? 13ഉം 15ഉം കൂടി കൂട്ടിയപ്പോ 28 കിട്ടി അല്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കേ മക്കളെ, മുകളിലത്തെ 28ഉം താഴത്തെ 7ഉം തമ്മിൽ ഈ സെയിം ബന്ധം വരുന്നുണ്ടോ എന്ന് നോക്കിയേ. 7 × 4 ആണോ 28 എന്നൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 7 × 4 ആണോ 28? യെസ്, അപ്പൊ അത് പെർഫെക്റ്റ് ഓക്കെ ആണ്, കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എല്ലാ നമ്പേഴ്സിലും ഏത് 3 എണ്ണൽ സംഖ്യകൾ എടുത്താലും ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ കൂട്ടി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ കിട്ടുന്ന സംഖ്യ താഴെ എടുത്ത മിഡിൽ നമ്പറിന്റെ 4 ഇരട്ടി ആയിരിക്കും. എത്ര ഇരട്ടി? 4 ഇരട്ടി ആയിരിക്കും. താഴെ എടുത്ത മിഡിൽ നമ്പറിന്റെ ആണോ, അല്ലാതെ 6ന്റെ ആണോ? അല്ല. 8ന്റെ ആണോ? അല്ല. 7ന്റെ, അതായത് നടുക്ക് കിടക്കുന്ന സംഖ്യയുടെ 4 ഇരട്ടി ആയിരിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് അല്ലെ? ഇനി ഏത് നമ്പർ എടുത്താലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കളിക്കാം. ഓക്കെ, നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റാം. ദേ നോക്കിക്കേ, ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയേ, എക്സ് ഉണ്ട്, x-1ഉം x+1ഉം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമായിരുന്നു. നോക്കിക്കേ, ഇപ്പോ 1 2 3 എന്ന് പറഞ്ഞ് 3 സംഖ്യകൾ തന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇതിൽ നടുക്കത്തെ സംഖ്യയാണ് x ആയിട്ട് എടുത്തിരിക്കുന്നത് എങ്കിൽ, നടുക്കത്തെ സംഖ്യയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? x ആയിട്ട് എടുത്തിരിക്കുന്നത് എങ്കിൽ അതിന് മുന്നത്തെ സംഖ്യ കണ്ടുപിടിക്കാനും അതിന് ബാക്കിലത്തെ സംഖ്യ കണ്ടുപിടിക്കാനും എന്ത് ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റാന്നേ. ഓർമ്മയുണ്ടെന്നാണ് സാറ് പറയുന്നത്. ഓർമ്മയുണ്ട്? യെസ്, ഈ വാറോസ് പെട്ടെന്ന് ടാറ്റ ഇരുന്നുണ്ട്. യെസ്, ഓക്കെ, എന്താണ് ഓർമ്മയുണ്ടെന്നാ പറയുന്നേ? എന്താ ചെയ്യേണ്ടേ മക്കളെ? മുന്നിലത്തെ കണ്ടുപിടിക്കാനായിട്ട് എക്സിൽ നിന്നും 1 മൈനസ് ചെയ്യുക. എന്താണ്? എക്സിൽ നിന്നും 1 മൈനസ് ചെയ്യുക. കാരണം എന്താ? 2ന്ന് 1 മൈനസ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത് ആണല്ലോ. 2ന്ന് 1 മൈനസ് ചെയ്യുമ്പോഴല്ലേ 1 കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സിൽ നിന്നും മുന്നിലത്തെ കണ്ടുപിടിക്കാൻ x-1 ചെയ്യാം. അപ്പൊ ബാക്കിലത്തെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? സാർ ഒരാളൊന്ന് വിളിച്ചോളൂ. പെട്ടെന്ന് വിളിച്ചോളൂ. ഗോവിന്ദേ, അതിന് ബാക്കിലത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഹലോ പറഞ്ഞോ. ബാക്കിലത്തെ, അതായത് മുന്നിലത്തെ കണ്ടുപിടിക്കാൻ, അതായത് 1 കണ്ടുപിടിക്കാൻ നമ്മൾ x-1 എന്ന് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3 അതിനോട് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ടുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? അപ്പോ x+1 നോക്കിക്കേ മക്കളെ, അതായത് നമ്മളിപ്പോ 3 സംഖ്യകൾ ഇവിടെ നോക്കിയേ. 1 2 3 1 2 3 എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് സൂപ്പർ ആയിട്ട് ഇവിടെ നോക്കിയേ. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ 2ൽ നിന്നും 1 കുറച്ചാലല്ലേ 1 കിട്ടാം. 2ൽ നിന്നും 1 കുറച്ചാലല്ലേ 1 കിട്ടാം. ഇനി 2നോട് കൂടെ 1 കൂട്ടിയാലല്ലേ 3 കിട്ടാം. ആ പോയിന്റ് ക്ലിയർ ആയി വന്നിട്ട് ടാറ്റ വന്നേ. എന്താ നമ്മൾ പറയുന്നേ? നടുക്കലത്തെ 2 എന്ന് പറയുന്ന സംഖ്യയോട് 1 കുറച്ചാലാണ് നമുക്ക് 1 കിട്ടുന്നത്. ഇനി 2നോട് 1 കൂട്ടിയാലാണ് നമുക്ക് 3 കിട്ടുന്നത്. അപ്പൊ ഈ 2നെ നമ്മൾ x ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മുന്നിലത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ആ എക്സിൽ നിന്ന് 1 കുറയ്ക്കണം അല്ലെ? 1 കുറഞ്ഞു, ബാക്കിലോട്ട് പോകുന്നതോറും 1 കുറഞ്ഞുകൊണ്ടിരിക്കും, മുന്നിലോട്ട് പോകുന്നതോറും 1 കൂടിക്കൊണ്ടിരിക്കും ആണോ? അപ്പോ +1 ചെയ്യണം, -1 ചെയ്യണം. ക്ലിയർ? ഓക്കെ ആണോ? +1 ചെയ്യാം, -1 ചെയ്യാം. അപ്പൊ +1 -1 ചെയ്യുമ്പോൾ നമുക്ക് x-1 x+1 എന്ന് പറയുന്ന 3 ഫോം ആണ് ഇവിടെ കിട്ടുക. കണ്ടോ? ഈ ഒരു പിരമിഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? താഴത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ക്ലിയർ ആണോ? ഇതുപോലൊരു പിരമിഡ് ആയിട്ടാണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് അല്ലെ? ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ? ഈ 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ 5 6 7 എടുത്തിട്ട് 5 6 തമ്മിൽ കൂട്ടും അല്ലെ? 5 6 കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് മുകളിൽ 11 കിട്ടുന്നത് ആണല്ലോ. അതേ പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഒന്ന് എഴുതാം. ദേ നോക്കിക്കേ, x+1ഉം x+2ഉം കൂടി കൂട്ടിയിട്ട് വേണം ഈ ഒരു കോളത്തിൽ എഴുതാനായിട്ട്. മനസ്സിലായത്? x+1 അല്ല, x-1ഉം xും കൂടി കൂട്ടിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ, x-1 പ്ലസ് x. നോക്കിക്കേ, x-1 പ്ലസ് x. യെസ്, ആൻസർ ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്.
എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. ഒന്ന് ചോദിക്കാം സാർ ആരോടാണ്? ഹാദിയ കുട്ടി പറഞ്ഞേ, ഇതിനകത്ത് എങ്ങനെ ചെയ്യാം? എക്സ് മൈനസ് 1 പ്ലസ് എക്സ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 2x കിട്ടും. എക്സ് പ്ലസ് എക്സ് 2x മൈനസ് 1. ഇവിടെ തന്നിരിക്കുന്നത് നോക്കി പറയരുത് കേട്ടോ, ഇത് തന്നിരിക്കുന്നത് നോക്കി പറയരുത്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിയണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സും കൂടി കൂട്ടും. അതായത് എക്സ് പ്ലസ് എക്സ് മൈനസ് 1. മൈനസ് 1 കൊണ്ട് കളയരുത് കേട്ടോ, അദ്ദേഹം അവിടെ ഉണ്ടാവണം. എക്സ് പ്ലസ് എക്സ് മൈനസ് 1. എക്സും എക്സും കൂടി കൂട്ടുമ്പോൾ 2x കിട്ടി. 2xൽ നിന്നും 1 കുറച്ചിട്ടാണ് നമുക്ക് ഇവിടത്തെ ആൻസർ 2x മൈനസ് 1 എന്നത് നമുക്ക് ഇവിടെ ആൻസർ പോലെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതുപോലെ തന്നെ എന്ത് കൂട്ടണം? ഈ എക്സും എക്സ് പ്ലസ് 1ഉം ആ രണ്ടും കൂടി കൂട്ടിക്ക് എല്ലാവരും കൂട്ടി നോക്കണം കേട്ടോ. എല്ലാവരും കൂട്ടി നോക്കണം. എക്സും എക്സ് പ്ലസ് 1ഉം കൂടി കൂട്ടിക്ക്. ഇവിടെ കിടക്കുന്ന എക്സും തൊട്ടപ്പുറത്ത് കിടക്കുന്ന എക്സ് പ്ലസ് 1ഉം കൂടി കൂട്ടിക്ക്. എക്സ് പ്ലസ് 1. സിമ്പിൾ ആണല്ലേ? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെയാണ്. സാറെ വിളിച്ചോളൂ. ശ്രീഹരി. യെസ് കുട്ടാ പറഞ്ഞേ, എന്ത് കിട്ടണം? 2x plus 1 അല്ലേ? 2x plus 1. യെസ്, വെരി ഗുഡ്. x plus x 2x ആണ്, അതിനോട് കൂടെ പ്ലസ് ആഡ് ആണ് ചെയ്യേണ്ടത് അല്ലേ? 2x plus 1. ആ ടൈം ടേബിൾ കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ടൈം ടേബിൾ കിട്ടിയെന്ന്. മാത്സ് എന്താണ്? 25-ാം തീയതി. അപ്പൊ സമയമുണ്ടല്ലേ? എന്നാലും നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് കുറച്ച് പേർക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടും, കുറച്ച് പേർക്ക് കിട്ടി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഈ ബോക്സിലേക്ക് എഴുതാലോ. 2x plus 1. 2x plus 1. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുവരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി മുകളിലത്തെ ബോക്സിൽ എന്ത് വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് മുകളിലത്തെ ബോക്സിൽ എന്ത് വരും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. മുകളിലത്തെ ബോക്സിൽ എന്ത് വരും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും അത് ചെയ്യേണ്ടത്? ഒരാളോട് ചോദിക്കാം സർ. പാർത്ഥിവേ പറഞ്ഞേ, എങ്ങനെയായിരിക്കാം ഈ മുകളിലത്തെ ബോക്സ് കണ്ടുപിടിക്കേണ്ടത്? 2x plus 2x. അതല്ലടെ കുട്ട, ഇവിടെ ഉള്ള നമ്പേഴ്സ് ആദ്യം പറ, എന്നിട്ട് നമുക്ക് അതിനെ ചുരുക്കാം. 2x minus 1 plus 2x plus 1. ഓക്കെ, ഇത് നോക്കിയ മക്കളെ, ഏറ്റവും ആദ്യം 2x മൈനസ് 1 ആണ്. അതേ നമ്മൾ ആദ്യം എടുത്തു. അതിനുശേഷം രണ്ടാമത്തെ നമ്പർ 2x പ്ലസ് 1 ആണ്. അത് നമ്മൾ രണ്ടാമത് എടുത്തു. അപ്പോൾ 2x മൈനസ് 1ഉം 2x പ്ലസ് 1ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, 2xകളെ നമുക്ക് ഒന്നിച്ച് എഴുതാം. 2xും പ്ലസ് 2xും മൈനസ് 1ഉം പ്ലസ് 1ഉം മൈനസ് 1ഉം പ്ലസ് 1ഉം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? മൈനസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണെന്ന് കൈകൊണ്ട് കാണിച്ചേ. മൈനസ് 1ഉം പ്ലസ് 1ഉം ചെയ്താൽ അത് തന്നെ 0 ആണ് കിട്ടേണ്ടത് അല്ലെ? കുറെ പേര് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, 0 ആണ് കിട്ടേണ്ടത്. മൈനസ് 1 പ്ലസ് 1 നമ്മളൊക്കെ പണ്ടത് ഇങ്ങനെ ഒന്ന് നോക്കി കളിച്ചിട്ടില്ല സാറേ അല്ലേ? 2x പ്ലസ് 2x. 2xും 2xും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും ആൻസർ കിട്ടേണ്ടത്? ചോദിക്കാം സാർ ഒരാളോട്. കൃഷ്ണദേവി എടാ മതിയുടെ കൈയെടുത്തോ. അത് പറഞ്ഞ പോലെ അത് തന്നെ പിടിച്ചോണ്ടിരിക്കണേ. ആ പറഞ്ഞോ. 2xും 2xും കൂടി കൂട്ടിയാ 4x. 4x ആണല്ലേ? 2x ഓൾറെഡി ഉണ്ട്, വീണ്ടും ഒരു 2xും കൂടി വന്നാൽ അത് 4x ആയി മാറി. സോ ദ ഫൈനൽ ആൻസർ എത്രയായിരിക്കണം? 4x ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാലേ ഇവിടുത്തെ മിഡിൽ നമ്പറിന്റെ 4 മടങ്ങായിരിക്കണം മുകളിൽ കിട്ടുന്നത്. അപ്പൊ താഴത്തെ മിഡിൽ നമ്പർ എത്രയാ? x അല്ലേ? അതിന്റെ 4 മടങ്ങ് അല്ലെങ്കിൽ ഇൻറ്റു 4 ആണ് നമുക്ക് മുകളിൽ കിട്ടിയിരിക്കുന്ന 4x എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? നടുക്ക് കിടക്കുന്ന എക്സിന്റെ 4 ഇരട്ടി ആയിരിക്കണം മുകളിൽ കിട്ടേണ്ട നമ്പർ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ എന്റെ മക്കള്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇവാറോസ് എന്താണ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞത്? എന്താണ് സാർ ഇവാറോസ് ചോദിക്കുന്നത്? ആ അത് തന്നെ മെയിൻ എക്സാമിന്റെ ഉണ്ടോ? മെയിൻ എക്സാമിന്റെ അല്ല, അതിന് വേറെ ഡേയിൽ എക്സാം ഇല്ലല്ലോ. ഇല്ല, മാർച്ച് ആയിരിക്കുള്ളൂ സാറേ. അല്ല, ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോ എക്സാം വരുന്നത്. ഇവർക്ക് മാർച്ചിലായിരിക്കുമല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി ഒരു മാസം ഉണ്ട്, എന്നാലും നമുക്ക് ഉഷാറായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഈ ടൈപ്പ് നമ്പർ പാറ്റേൺ ആണ് നമുക്കിനി അടുത്തതിൽ നോക്കിക്കേ. ഇത് y വെച്ചിട്ട് ചെയ്തേക്കണാണ്. തൽക്കാലം നമുക്ക് y വേണ്ട കേട്ടോ. ഓക്കെ, എന്താണ് ചോദിക്കുന്നത്? അബീദ് സാറ് പെണ്ണ് കാണാൻ പോയോ? അബീദ് സാറിന് പെണ്ണ് കാണാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലടോ. അബീദ് സാറ് എന്താ പറയാ, നമ്മൾ ഒരു സുന്ദര കോമളനാണ് ഇവിടുത്തെ. അത് തന്നെ. ഓക്കെ, അടുത്ത് y വെച്ചിട്ടുള്ളതാണ്. y വെച്ചിട്ട് ഇപ്പൊ ചെയ്യണ്ട. ഓക്കെ, y വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട.
ഓക്കെ, അടുത്ത നോക്കിക്കേ, നമ്മുടെ 171ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് മാത്രം ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. റെഡി ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാമെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, നോക്കിക്കേ മക്കളെ, ദ ബോട്ടം റോ ഓഫ് എ 5-story number tower like the 3-story and 4-story towers. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ മൂന്ന് എന്താ പറയാ, 3 നിലകളുള്ള ഒരു കെട്ടിടമായിരുന്നു നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. അല്ലാതെ ഇവിടെ ആദ്യം പറഞ്ഞതിൽ എത്രയായിരുന്നു? 3 നില ഉണ്ടായിരുന്നു അല്ലേ? എന്റെ 3 നില ഞാൻ തകർത്ത് കളഞ്ഞാണ് നേരത്തെ. നോക്കി, ഇവിടെ 3 നിലയല്ലേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 4 നിലകളും 5 നിലകളും പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ 5 നില എന്ന് പറയുമ്പോൾ താഴത്തെ എത്ര നമ്പർ ഉണ്ടാവണം? 5 നമ്പർ ഉണ്ടാവണം. മനസ്സിലായോ? നോക്കിയേ, ഇവിടെ എത്ര നിലയുണ്ട്? 1 2 3 4 5. ഒരു 5 നില കെട്ടിടമല്ലേ ഈ കിടക്കുന്നേ, ഈ കാണുന്നത്. അപ്പൊ അതിന് താഴത്തെ എത്ര നമ്പർ വേണം? 5 നമ്പേഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, നോക്കിക്കേ, ദ ബോട്ടം റോ, അതിന്റെ ഏറ്റവും താഴത്തെ നിലയാണ് ഈ തന്നിരിക്കുന്ന 6 8 10 12 14 എന്ന് പറയുന്നത് അല്ലെ. ഇതുപോലെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ താഴത്തെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പറയാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ബിഫോർ ആക്ച്വലി റൈറ്റിംഗ് ഡൗൺ ദ അതർ numbers, see if you can guess how many times 10 is the topmost number. Check whether your guess is correct by filling in the other numbers. നമുക്ക് ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം പറയുന്നത് ഗസ് ചെയ്യാനാണ്, നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം, നമുക്ക് അവരെ പറ്റിക്കാം. ഓക്കെ, 6ഉം 8ഉം കൂട്ടിക്കോ മക്കളെ. 6ഉം 8ഉം കൂട്ടിക്കോ. 8ഉം 4ഉം കൂട്ടാം, 10ഉം 12ഉം കൂട്ടാം, 12ഉം 14ഉം കൂട്ടാം. എല്ലാവരും കൂട്ടി പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. യെസ്, ആദ്യത്തെ എത്രയാണ്? 8 + 6. കൈ കൊണ്ട് കാണിച്ചോ എല്ലാവരും. 8 + 6 ദാറ്റ് ഈസ് 14. 14. വെരി ഗുഡ്. ഇനി അടുത്ത് 8 + 10 18. വീണ്ടും അടുത്ത് 10 + 12. 10 + 12 എത്രയാണ്? ഒന്ന് കൈ കൊണ്ട് കാണിച്ചേ. 10 + 12 22 ആണല്ലോ. യെസ്, ഇനി അടുത്തതിൽ എങ്ങനെയാ? 12 + 14. 12ഉം 14ഉം കൂടി കൂട്ടി എത്രയാ കിട്ടുന്നത്? 26. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ഈ കിട്ടിയ നമ്പേഴ്സിനെ വീണ്ടും കൂട്ടണം കേട്ടോ. 14ഉം 18ഉം തമ്മിൽ കൂട്ടണം, 18ഉം 22ഉം തമ്മിൽ കൂട്ടണം, 22ഉം 26ഉം തമ്മിൽ കൂട്ടണം. കൂട്ടിക്കോ. ഓക്കെ, 14ഉം 18ഉം കൂട്ടി കഴിഞ്ഞോ? യെസ്, ആൻസറും കിട്ടി കുറെ പേർക്ക്. വെരി ഗുഡ്. 14ഉം 18ഉം എത്ര കിട്ടി? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. 14 + 18 32 ആണോ? 32 ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. യെസ്, 32 ആണ്. ഇനി 18ഉം 22ഉം അതെത്ര കിട്ടി? 18ഉം 22ഉം കൂടി കൂട്ടിപ്പോ. യെസ്, 40 എന്ന് കിട്ടി. വെരി ഗുഡ്. ഇനി 22ഉം 26ഉം യെസ്, 48. ഒരാളോട് കൈകൊണ്ട് കാണിക്കണം, നല്ല രസമുണ്ടല്ലേ സാറേ? അതാരാണ് സാറേ? അത് ഇപ്പറത്തിരിക്കുന്ന ആള്. രണ്ടാമത്തെ റോയിൽ അറ്റത്തിരിക്കുന്ന ആള്. പൃഥ്വി നല്ല രസമായിട്ട് ഇങ്ങനെ കാണിക്കും. 40 8. ഓക്കെ, യെസ്, അത് തന്നെ മുദ്രകളാണ്. 22 26 48. ഇനി അടുത്തത് കൂട്ടിക്കോളൂ. 32ഉം 40ഉം 40ഉം 48. യെസ്, കുറെ പേർക്ക് ആൻസർ കിട്ടി. വെരി ഗുഡ്. 32ഉം 40ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 72 എന്ന് കിട്ടണോ അല്ലെ? 72. ഇനി 40ഉം 48ഉം കൂടി കൂട്ടുമ്പോൾ 88. യെസ്, ഇനി മുകളിലത്തെ കണ്ടുപിടിക്കണോ അല്ലെ? 72 + 88 ആണ് ഏറ്റവും മുകളിൽ വരേണ്ട ടോപ്പ് മോസ്റ്റ് റോ അല്ലെ? ഏറ്റവും മുകളിലത്തെ എന്ന് പറയുമ്പോൾ 72 + 88 ദാറ്റ് ഈസ് 160. എത്രയാണ്? 160. ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? യെസ്, 160 എല്ലാവർക്കും കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്, സി ഇഫ്. ഇനി നമുക്ക് ഫസ്റ്റ് ഗസ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. See if you can guess how many times 10 is the topmost number. അതായത് തന്നിരിക്കുന്നതിൽ 10ന്റെ എത്ര മടങ്ങാണ് മുകളിൽ കിടക്കുന്ന നമ്പർ എന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഗസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കണ്ടുപിടിക്കാം. 10ന്റെ എത്ര മടങ്ങാണ് മക്കളെ? 10ഉം 160ഉം. 10ന്റെ എത്ര മടങ്ങാണ് 160 എന്ന് പറയുമ്പോൾ how many times 10 is the topmost number? എത്രയാണ്? 10ന്റെ എത്ര മടങ്ങാണ്? 10 × 16 അല്ലേ? ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 10 × 16 ചെയ്താലേ നമുക്ക് 160 കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന്റെ 16 ടൈംസ് ആണ് നമുക്ക് മുകളിൽ കിട്ടേണ്ടത് എന്ന് അർത്ഥം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം മക്കളെ? ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഒന്ന് മാറ്റിയാണേ. ഇവിടെ ഈ എഴുതിയതല്ലാതെ ബാക്കി മുകളിലേക്ക് എത്ര റോ ഉണ്ട്? ഈ എഴുതിയ ലാസ്റ്റത്തെ റോ കൂട്ടണ്ട കേട്ടോ. എത്ര എണ്ണം ഉണ്ട് മുകളിലേക്ക്? എത്ര നിലകളുണ്ട്? 4 അല്ലേ? ആ 4ന്റെ സ്ക്വയർ ഒന്ന് എടുത്തേ. 4ന്റെ സ്ക്വയർ എത്രയാ? 16 അല്ലേ?
ആ 16 വെച്ചിട്ട് മിഡിൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടി പറയാം എന്താണ് നമ്മൾ പറഞ്ഞത്. ഇത് കൂട്ടരുത്, ഈ താഴത്തെ എഴുതിയിരിക്കുന്ന നമ്പർ ഉള്ള നില കൂട്ടരുത്, ബാക്കിയുള്ള 4 നിലകളൊന്നും നോക്കാം. ആ 4 നിലകൾ എത്രയാണ്? സ്ക്വയർ എടുക്കാം. 4 സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാ? 4 × 4. സ്ക്വയർ എടുക്കാൻ അറിയില്ലാത്തൊരു ശ്രദ്ധിക്കാം. കുറച്ച് പേരുടെ ഒരു പരിപാടി ഉണ്ട്, സ്ക്വയർ എടുക്കാൻ പറയുമ്പോൾ 4 × 2 ചെയ്യും. മടൽ വിട്ടിടിക്കും ഞാൻ. എന്താണ്? 4 × 4 ആണ് ചെയ്യേണ്ടത്. 4 സ്ക്വയർ ദാറ്റ് ഈസ് 16. 4 സ്ക്വയർ 16 ആണ്. ആ 16 വെച്ചിട്ട് നമ്മുടെ ഈ മിഡിൽ നമ്പർ ആയിട്ടുള്ള 10നെ മൾട്ടിപ്ലൈ ചെയ്താൽ ടോപ്പ് മോസ്റ്റ് നമ്പറിൽ 160 കിട്ടും. എത്രയാണ്? 160. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതേ പരിപാടി നമുക്ക് നേരത്തെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? യെസ്, നമ്മൾ നേരത്തെ നമ്പർ മായ്ച്ചു കളഞ്ഞായിരുന്നു, എന്നാലും സാരില്ല. 1 2 3 രണ്ടും കൂടി കൂട്ടുമ്പോൾ 3 3 2 5 5 3 8 ആണല്ലോ. ഇവിടെ ഈ താഴത്തെ നില കൂടാതെ മുകളിലേക്ക് എത്ര നിലയുണ്ട്? മുകളിലേക്ക് എത്ര നിലയുണ്ട്? 2 നിലകളാ ഉള്ളത് അല്ലേ? ആ 2 എടുത്തു, 2ന്റെ സ്ക്വയർ എടുത്തു. 2ന്റെ സ്ക്വയർ എത്രയാ? 2ന്റെ സ്ക്വയർ 4 ആണല്ലോ. യെസ്, 4. ആ 4ഉം ഈ മിഡിൽ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. എത്ര കിട്ടി? 8 കിട്ടിയില്ലേ? ഇതെങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? കൊള്ളാല്ലേ? ഇത് കളിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം എഴുതാതെ തന്നെ ഈ മുകളിലത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതും കൂടെ ഒന്ന് എഴുതി വെച്ച്, ഈ കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് എല്ലാവരും ഇതുപോലെ തന്നെ 4 റോ മാത്രമാണ് എടുക്കുന്നതെന്ന് എഴുതാം. അതിന്റെ സ്ക്വയർ എടുക്കുക, ദാറ്റ് ഈസ് 16. 16 × 10 ആണ്. 16 × മിഡിൽ നമ്പർ എന്നും കൂടി ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. 16 × മിഡിൽ നമ്പർ, 16 × മിഡിൽ നമ്പർ is equal to 160. 16 × മിഡിൽ നമ്പർ is equal to 160. എഴുതി കഴിഞ്ഞോ? ഓക്കെ ആണോ? ബസ് വന്നവര് ഓടിക്കോളൂ കേട്ടോ. ഈ വാറോസേ ഓടിക്കോളൂ, 8 മണി ആയിട്ടുണ്ട്. ഈ വാറോസ് 8 മണിയാകുമ്പോഴും ഓടും സാറേ. കുറച്ച് പേർക്ക് നേരത്തെ പോണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടുപാടി പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ പഞ്ചമി പോയോ സാറേ? പഞ്ചമി ഒന്ന് നോക്കിയാൽ നേരത്തെ എന്തായാലും പഞ്ചമീനെ പേര് വിളിച്ചൊരു പാട്ട് പാടിയായിരുന്നു. പഞ്ചമി ഇല്ലെങ്കിൽ അത് തന്നെ പാടാം. ഇല്ല, അപ്പൊ നമുക്ക് അത് തന്നെ പാടിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലാസ് ഉള്ളവർ വിട്ടോളൂ കേട്ടോ.